അബ്ഗദുൽ ഹലാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഹലാലാണ്. ഹലാലാണത്, ഹറാം എന്ന് പറയാൻ കഴിയില്ല. ത്വലാഖ് ഹലാലാണ്, പക്ഷേ അല്ലാഹുവിന് അത്രമേൽ വെറുപ്പാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടാണ് ഒരാൾ വന്ന് പറഞ്ഞത്, അമീറുൽ മുഅ്മിനീനെ, ഹബീബിന്റെ വഫാത്തിന് ശേഷം അമീറുൽ മുഅ്മിനീനെ, എനിക്കെന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കണം. ചോദിച്ചു, എന്തേ കാരണം? എനിക്കവളോടൊരു ഇഷ്ടവും തോന്നുന്നില്ല, എനിക്കവളോടൊരു പ്രേമവും തോന്നുന്നില്ല. നമ്മളറിയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി ഉമർ എന്നവർ കൊടുക്കുന്ന മറുപടി, നേരെ റൂമിലേക്ക് പോയിട്ട് ഉമർ എന്നവരുടെ ചാട്ടവാറുണ്ട്, എല്ലാ പിശാചും തലയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു ചാട്ടവാർ, അതുകൊണ്ട് അടികിട്ടിയാൽ ഓടാത്ത പിശാചുക്കളില്ല. ഉമർ എന്നവര് ആ ചാട്ടവാറ് കൊണ്ടുവന്നിട്ട് ചോദിച്ചു, എന്താ നീ പറഞ്ഞത്? നിന്റെ ഭാര്യയോട് ഇപ്പൊ ഇഷ്ടം തോന്നുന്നില്ലെന്നോ, അതിന്റെ പേരിൽ അവളെ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കണമെന്നോ? ഞാനിപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അലാഹു ബിദ്ദിറ, ആ ചാട്ടവാറങ്ങ് പൊക്കി പിടിക്കുകയും, അതഅലമു അതഅലമു, നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അകുല്ലുൽ ബുയൂതി ബുനിയ അലൽ ഹുബ്ബ്, എല്ലാ വീട്ടിലും സ്നേഹം തളം കെട്ടി നിൽക്കുകയാണെന്നാണോ നീ വിചാരിച്ചത്? ആ വിഷയത്തിലാണോ? ജനങ്ങൾക്കൊരു പക്ഷേ മനസ്സുകൾക്ക് മാറ്റം വരാം, ചില ചുറ്റുപാടുകളിൽ മടുപ്പ് വരാം, പക്ഷേ അതൊരു ശീലമാക്കരുത്, തിരിച്ചു വരണം. കുടുംബത്തോട് ഇമ്പത്തോടെ ജീവിക്കണം. എപ്പോഴെങ്കിലും അവരോട് ഇഷ്ടം തോന്നുന്നില്ല എന്ന് വിചാരിച്ച് അവരെ ത്വലാഖ് ചൊല്ലാൻ മുതിരുകയാണോ? നിനക്ക് ഞാൻ അടി തരാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ചാട്ടവാട് ഉയർത്തിയതിൽ അയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൗൺസിലിംഗ് അങ്ങനെയാണ്. ചില കൗൺസിലിംഗിന് അടിമതിയാവും, ചില കൗൺസിലിംഗ് അതായിരിക്കും വേണ്ടത്. മണിക്കൂറുകളോളം പറഞ്ഞു കൊടുത്താൽ തിരിയാത്ത വിഷയങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചാട്ടവാറിന്റെ ഒരടി കൊണ്ട് തീരാറുണ്ട്, പ്രശ്നം പരിഹരിക്കപ്പെടാറുണ്ട്. നമ്മൾ അറിയണം, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. കാരണം നമ്മുടെ ചുറ്റുപാടുകൾ വളരെ മലീമസമാണെന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ കിടക്കുന്ന ഫോണുകൾ, സ്മാർട്ട് ഫോണുകളും നമ്മുടെ ലാപ്ടോപ്പുകളോ വിശേഷിച്ചും ഫോണുകൾ തന്നെ, അതിനകത്തുകൂടെ ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും പച്ചയായ ഹറാമുകൾ, ഒരിക്കലും ഒരു മനുഷ്യൻ കാണാൻ പാടില്ലാത്തത് കണ്ണുകൊണ്ട് കാണാൻ അവസരമുണ്ടാകുന്ന ഫിത്നകൾ ഇതുകൊണ്ട് വരുന്നുണ്ട്. മുതഅല്ലിമീങ്ങളടക്കം, ആലിമീങ്ങളടക്കം, അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളടക്കം പെട്ടുപോകാനിടയുള്ള ഹബീബായ നബി തങ്ങൾ ഫിത്നത്തുൻ നിസാ, പെണ്ണുങ്ങളെ കൊണ്ടുള്ള ഉപദ്രവമാണ് എന്റെ ഉമ്മത്തികൾക്ക് ഞാൻ ഭയപ്പെടുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞത്. ഇതുപോലെയുള്ള വ്യഭിചാരത്തിന്റെ സീനുകൾ നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നിരന്തരമായി അതിന്റെ അഡിക്റ്റുകളായി മാറുന്ന അനുഭവങ്ങൾ, എത്രയോ സംഘടനകൾ ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നത് പോണോഗ്രഫി അഡിക്റ്റുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ്. മയക്കുമരുന്നിന് അടിമപ്പെടുന്ന പോലെ, മദ്യത്തിന് അടിമപ്പെടുന്ന പോലെ, ആശ്വാസമല്ലാത്ത മോശമായ വീഡിയോകൾ നിരന്തരം കാണുന്ന അസുഖം ഇന്നത് അഡിക്ഷനാണ്. അതിനാണ് പോണോഗ്രാഫിക് അഡിക്ഷൻ എന്ന് പറയുന്നത്. അതിന് കൗൺസിലിംഗ് സെന്ററുകൾ ഇന്ന് ലോകത്തെ വികസിത രാജ്യങ്ങളിൽ തോന്നിവാസങ്ങൾ മുഴുവനും മനുഷ്യന്റെ മുമ്പിൽ തുറന്നു കൊടുത്ത പടിഞ്ഞാറുകാരന്റെ തിരുമുറ്റത്ത് ഇന്ന് കൗൺസിലിംഗ് സെന്ററുകളാണ്. എന്തെന്നറിയോ? 6-7 വയസ്സ് മുതൽ ഒരു കുട്ടി മനുഷ്യന്റെ സ്വകാര്യതകൾ കണ്ടു തുടങ്ങുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് ആവേശമില്ല. അത്തരക്കാർക്ക് ആദ്യ രാത്രി എന്ന അനുഭവമുണ്ടോ? ഈ പ്രേമവും തോന്നിവാസം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് സ്വന്തം വിവാഹമെന്ന പരിശുദ്ധമായ ഒരു ഇബാദത്തിലൂടെ, നിക്കാഹിലൂടെ ഒരു പെണ്ണിന് സുരക്ഷിതമായൊരു ജീവിതം കൊടുക്കുകയും നാളെ പരലോകത്തേക്ക് സ്വർഗം വരെ നീണ്ടു നിൽക്കേണ്ട ഒരു കുടുംബ ബന്ധത്തിലേക്ക് പോകേണ്ട ആ നിക്കാഹ് കഴിഞ്ഞ് ആദ്യ രാത്രി എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു രാവ് നമ്മുടെ ചെറുപ്പക്കാരിൽ എത്ര പേർക്കുണ്ടെന്ന്. ആ ആദ്യ രാത്രികളൊക്കെ ഹറാമിലായി കഴിച്ചുകൂട്ടുകയും വിചാരത്തിലൂടെ അല്ലാഹു ഹറാമാക്കിയത് അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്താ ആദ്യ രാത്രി മുഅ്മിനെ, എന്താ ആദ്യ രാത്രി? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഖുല്ലിൽ മുഅ്മിനീൻ യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും.
സത്യവിശ്വാസികളോട് പറയുക നബിയേ, അവർ കണ്ണുകൊണ്ട് അരുതാത്തത് കാണരുത് എന്ന്. എനിക്ക് തോന്നുന്നു 21-ാം നൂറ്റാണ്ടിനോടാണോ ഖുർആനി പറയുന്നത്? നമ്മളോടാണോ ഖുർആനി പറയുന്നത്? സത്യവിശ്വാസികളോട് പറയൂ നബിയേ, അവനവന്റെ ഭാര്യമാരെ ഇഷ്ടമില്ലാതാവുകയും അവനവന്റെ ഭാര്യമാരുടെ തൊലി നിറം മതിയാവാതിരിക്കുകയും അവനവന്റെ ഭാര്യമാരുടെ സൗന്ദര്യം പോരെന്ന് പറയുകയും അവരിൽ വൈകാരികത ഇല്ലെന്ന് പറയുകയും ചെയ്ത് സ്വന്തം ഭാര്യമാരെ മൂലക്കാക്കി ഹറാമിലേക്ക് പോകുന്ന ചെറുപ്പക്കാർ, അതിന് പ്രേരണയായത് അള്ളാഹു ഒരിക്കലും നോക്കരുത് എന്ന് പറഞ്ഞതിലേക്ക് നോക്കിയത് കാരണത്താലാണ്. അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞത് നമ്മൾ സ്വകാര്യമായി അനുഭവിച്ചതിന്റെ പേരിൽ, അള്ളാഹു കണ്ണുകൾ ചിമ്മണം എന്ന് പറഞ്ഞു ആ കണ്ണുകളെ ചിമ്മാതിരുന്നതിന്റെ പേരിൽ നമ്മുടെ വീടിന്റെ ഉള്ളിൽ അള്ളാഹു തന്ന നമ്മുടെ സമാധാനത്തിന്റെ നിധിയായ സ്വന്തം ഭാര്യയെ പോലും നമുക്ക് വേണ്ടാതാവുന്നത് കണ്ണുകളെ സൂക്ഷിക്കാത്തതിന്റെ പേരിലാണ്. അള്ളാഹു നമുക്ക് ഹറാമുകളിലേക്ക് പോകാതെ നമ്മുടെ കണ്ണുകളെ ഈ നിമിഷം മുതൽ അങ്ങോട്ടെങ്കിലും സൂക്ഷിക്കാനുള്ള തൗഫീഖ് യാ റബ്ബനാ ലോക മുസ്ലിമീങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. എത്ര കുടുംബങ്ങളാണ് വഴിയാധാരമായത്, എത്ര യുവാക്കൾക്കാണ് അവരുടെ ഭാര്യമാരെ കാണുമ്പോൾ ഇഷ്ടമില്ലാതായത്, എത്ര ആളുകൾക്കാണ് അവരുടെ കുടുംബിനികളെ നഷ്ടമായത്, എത്ര ആളുകൾക്കാണ് ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹരമായ അനുഭവങ്ങൾ നഷ്ടമായത്. എന്തുകൊണ്ടെന്നാൽ ഹറാമായതിലേക്ക് മനസ്സ് പായുകയും ഹറാം കാണുകയും ഹറാം ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു അവർക്ക് ഹലാലിലെ ആസ്വാദനം അള്ളാഹു നിഷേധിക്കുകയാണ്. ഹറാമു കൊണ്ടല്ലേ നീ ആസ്വദിച്ചത്, നിനക്ക് നിന്റെ ഹലാലിന് വേണ്ട എന്ന് അള്ളാഹു തീരുമാനിക്കുകയല്ലേ അത്. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കാണുകയും, സ്വാഭാവികമായും മാനുഷിക പ്രകൃതം എങ്ങനെയാണ്, കാണാൻ ഭംഗിയുള്ള ഒരു പെണ്ണിനെ കാണുമ്പോ ഏത് പുരുഷന്റെ മനസ്സിലും ഒരുപക്ഷെ ഒരു പ്രണയമോ സ്നേഹമോ എന്തെങ്കിലും വൈകാരികതയോ ഉണർന്നേക്കാം, ഹോർമോണുകൾ പ്രവർത്തിച്ചേക്കാം. നിബിധങ്ങൾ പറയുന്നു ആദ്യമായി കണ്ടുപോകുന്ന ഒരു നോട്ടത്തിൽ കണ്ണ് വലിക്കുകയും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുകയും ചെയ്ത് കണ്ണ് നിങ്ങൾ തിരിക്കേണ്ടവരാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് നിങ്ങൾക്ക് ആവേശം തോന്നുകയാണെങ്കിൽ സ്വന്തം ഭാര്യയുടെ അരികത്തേക്ക് അവൻ വരട്ടെ. അവൻ കണ്ട ആ പെണ്ണിന്റെ അകത്ത് അവളിൽ എന്തുണ്ടോ അത് സ്വന്തം ഭാര്യയിലുണ്ട്. അത് ഹറാമിലേക്ക് പോവല്ലേ, അത് നിനക്ക് ഹലാലിൽ ലഭ്യമായിരിക്കെ ഹറാമിലേക്ക് പോവല്ലേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും പ്രസക്തമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ ഹബീബായ നബി തങ്ങളുടെ സ്നേഹമസൃണമായ ഇമ്പമുള്ള കുടുംബമാണ് നമ്മൾ കാണുന്നത്. സ്നേഹമുള്ള കുടുംബം, അവിടെ പരാതി ഉണ്ടായത് ഹബീബിന്റെ സ്നേഹക്കുറവിലല്ല, വയറൊട്ടി കഴിഞ്ഞപ്പോൾ പട്ടിണി കിടന്ന അവസ്ഥയിലാണ് അവർ ഹബീബിനോട് പരാതി പറഞ്ഞത്. അതും ആർഭാടം വേണമെന്നല്ല ചോദിച്ചത്, ഒരു നേരത്തെ ഭക്ഷണം വേണം നബിയേ. വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവാ തഹ്തൽ ഹിജാറതി കശ്ഹം മുത്രഫൽ അദമി. ഹബീബായ നബിയുടെ മിനുമിനുത്ത വയറ്റത്താണ് നബിതങ്ങൾ കല്ല് വെച്ച് കെട്ടിയത്. വിശപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റാതെ വയറിനൊരു ഭാരമുണ്ടാവാൻ കല്ല് വെച്ച് കെട്ടിയവരല്ലയോ നബിയെ അങ്ങന്ന്. ഇമാം ബൂസീരി തങ്ങൾ പരിശുദ്ധമായ ബുർദയിലൂടെ പറയുന്ന കാവ്യം വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവാ تحت الحجارة كشحا مترف الأدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബായ നബി തങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടിയാൽ ഹബീബിന്റെ ഭാര്യമാർക്ക്, വീട്ടുകാർക്ക് ഹബീബായ തങ്ങൾ കൊണ്ടുകൊടുക്കും. ജനിച്ചപ്പോഴേ പിതാവിനെ കാണാതെ 6 വയസ്സായപ്പോൾ ഉമ്മ നഷ്ടപ്പെട്ടു പോയ യതീമായി വളർന്ന ഹബീബാണ് ഈ റബീഉൽ അവ്വലിൽ നമ്മൾ അനുസ്മരിക്കുന്ന ഹബീബുനാ റസൂലുള്ളാഹ്. ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. അവിടുത്തെ ഭാര്യമാർ ഹബീബിന്റെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു.
അവര് ദാഹിക്കുകയാണ്. ഹബീബായ നബി തങ്ങളിൽ നിന്ന് എന്തെല്ലാം സ്നേഹസ്പർശമുണ്ടോ അത് മുഴുവൻ ഞങ്ങൾക്ക് വേണം. ഹബീബിന്റെ തിരുനോട്ടം വേണം. അവിടുത്തെ ഭാര്യമാരോട് ചോദിക്കുമായിരുന്നു, കൈഫ കാന റസൂലുള്ളാഹി ഫീ ബൈതിഹി, ഹബീബായ നബി തങ്ങൾ വീട്ടിലുണ്ടാകുമ്പോ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചതിന് ആയിഷ റളിയല്ലാഹു തആല അൻഹ കൊടുത്ത മറുപടി, കാന ഫീ ഖിദ്മത്തി അഹ്ലിഹി, ഹബീബായ തങ്ങൾ വീട്ടു ജോലികൾ ചെയ്തു കൊടുക്കുന്നവരായിരുന്നു. ചെറുപ്പക്കാരെ, നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും അവനവന്റെ പാൻസും ഷർട്ടും നമ്മളൊന്ന് അലക്കുകയോ ഇസ്തിരിടുകയോ ചെയ്തിട്ടുണ്ടോ? അനുഭവമുണ്ടോ? നമ്മുടെ ഭാര്യക്കോ ഉമ്മക്കോ അസുഖമോ പ്രയാസമോ തിരക്കോ കാണുമ്പോ, കൊച്ചു കൊച്ചു മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കേണ്ടി വരുമ്പോ, അതിഥികൾ കയറി വരുമ്പോ ഒന്ന് മക്കളെ നോക്കണേ എന്ന് പറയുമ്പോ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? നമ്മളവരെ കുക്കിങ്ങിലോ അല്ലാത്ത വിഷയങ്ങളിലോ നമ്മൾ സഹകരിക്കാറുണ്ടോ? സഹകരിക്കുമ്പോൾ പെൺകോന്തൻ എന്നാണെന്നാണോ നമ്മൾ പറയുന്നത്? അതല്ല, ഇവൻ ഹബീബിന്റെ സുന്നത്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ തിരുത്തി മനസ്സിലാക്കാറുണ്ടോ? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്സിഫു നഅലഹു, ഹബീബിന്റെ ചെരുപ്പ് സ്വയം നന്നാക്കുമായിരുന്നു. വയഹ്ലിബു ഷാതഹു, അവിടുത്തെ ആടിനെ ഹബീബിന്റെ കൈകൊണ്ട് പാല് കറക്കുമായിരുന്നു. വയക്ലിസു അർളഹു, ഹബീബിന്റെ വീടിന്റെ ഉള്ളിൽ അവിടുത്തെ കൈകൊണ്ട് ചൂലെടുത്ത് അടിച്ചു വാരുമായിരുന്നു. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഇത് ചെയ്യണം. എന്തിനെന്നറിയോ? ഇത്തിബാഅൻ ബിഹബീബിനാ റസൂലില്ലാഹ്, നമ്മുടെ ഹബീബ് നബി തങ്ങളെ പിൻപറ്റി ഹബീബിന്റെ ഒരു സുന്നത്ത് കേൾക്കുമ്പോ അത് ചെയ്യൽ സുന്നത്താണ്. ഒരു സുന്നത്ത് കേൾക്കുമ്പോ അത് അനുവർത്തിക്കൽ സുന്നത്തല്ലേ? ഹബീബായ തങ്ങൾ ഹിജ്റ പോകുമ്പോൾ ഗാർ സൗർ എന്ന് പറയുന്ന ഗുഹയിൽ 3 ദിവസം നബി തങ്ങൾ ഒളിച്ചു താമസിച്ച് ഹിജ്റയുടെ യാത്ര തുടരുകയാണ് ഉണ്ടായത് എന്ന് ഇമാമുന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്നദിൽ രേഖപ്പെടുത്തിയപ്പോൾ, മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്ന ഇമാമു അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളിൽ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്ന അൽ മുഹദ്ദിസുൽ ആലിമുൻ നഹരീർ, പ്രഗൽഭനായ പണ്ഡിതൻ, ജഹാബിദത്തുൽ ഉലമാഇന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ഖൽഖുൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന വിഷയത്തിൽ മഹാനവറുകളെ ക്രൂശിക്കപ്പെടുകയും മഹാനവറുകൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയം അന്ന് ബഗ്ദാദിൽ ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മഹാനവറുകളെ ജയിലടക്കാൻ വേണ്ടി സൈന്യം അന്വേഷിച്ചിറങ്ങിയപ്പോൾ തന്റെ ശിഷ്യന്റെ വീട്ടിൽ 3 ദിവസം താമസിച്ചതിന് ശേഷം മഹാനായ അഹ്മദ് എന്നവർ പറഞ്ഞു, മോനെ, തന്റെ ശിഷ്യനോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് മോനെ, ഞാൻ പോവുകയാണ്. അല്ലയോ ശൈഖേ, ഗുരു, അങ്ങ് എങ്ങോട്ടാ പോകുന്നത്? പോലീസുകാർ അങ്ങയെ തെരഞ്ഞു നടക്കുകയാണ്, പട്ടാളക്കാർ അങ്ങയെ പിടിക്കാൻ നടക്കുകയാണ്. അങ്ങ് പുറത്തിറങ്ങിയാൽ അവരങ്ങയെ പിടിക്കൂലേ? എന്റെ വീട്ടിൽ അങ്ങേക്ക് വല്ല തടസ്സവുമുണ്ടോ? എന്റെ വീട്ടിൽ അങ്ങേക്ക് വല്ല പ്രയാസവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാൻ കൊടുത്ത മറുപടിയുണ്ട്, മോനെ, പ്രയാസം ഒന്നും ഉണ്ടായിട്ടല്ല. കതബ്തു ബിയദയ്യ, എൻ്റെ കൈ കൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഹബീബിന്റെ ഹദീസ്. മകസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗാരി സൗരിൻ 3 ലയാലിൻ, 3 ദിവസമാണ് നബി തങ്ങൾ സൗർ ഗുഹയിൽ താമസിച്ചത്. പിന്നെ അവിടുന്ന് നബി തങ്ങൾ യാത്ര പോവുകയായിരുന്നു. ഹിജ്റയിൽ ഒളിച്ചോടി നബി തങ്ങൾ തക്കം പാർത്ത് ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ പോയ യാത്രയിൽ 3 ദിവസമല്ലേ നബി തങ്ങൾ ഒളിച്ചു പാർത്തത്. ആ സുന്നത്തെടുക്കാൻ വേണ്ടി ഞാനും 3 ദിവസമേ ഒളിച്ചു പാർക്കുന്നുള്ളൂ, ഇനി എന്നെ പിടിക്കുകയാണെങ്കിൽ പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് പിടികൊടുക്കുകയും 40 കൊല്ലം യുദ്ധ തടവുകാരനെ പോലെ ജയിലിൽ കടന്ന മഹാനാണ് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂല് അടിച്ചുവാരിയിരുന്നു, പാല് കറന്നു കൊടുത്തിരുന്നു, ആട് മാടുകൾ ഒട്ടകങ്ങളെ. നബിതങ്ങൾ ചെരുപ്പ് നന്നാക്കുമായിരുന്നു. നബിതങ്ങൾ അവിടുത്തെ യഖീതു സൗബഹു, സ്വന്തം വസ്ത്രം തുന്നുമായിരുന്നു. നമുക്ക് തുന്നേണ്ടതില്ല, ഒന്ന് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് ഒന്ന് സോപ്പ് പൗഡർ ഇട്ട് കൊടുത്തൊന്ന് അടച്ച് ഒന്ന് ഓൺ ചെയ്യാനെങ്കിലും നമുക്ക് പറ്റുമോ? ഒന്ന് അയൺ ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഹബീബ് തുന്നുമായിരുന്നു. ഹബീബായ നബിതങ്ങൾ ഫീ ഖിദ്മത്തി അഹ്ലിഹി, വീട്ടുകാരെ സഹായിച്ചിരുന്നു. എന്നിട്ടും ഹബീബിന്റെ സ്റ്റാറ്റസിന് വല്ല കുറവും വന്നോ മുഅ്മിനേ? ഹബീബായ നബിതങ്ങളുടെ മഹത്വം വല്ലതും കുറഞ്ഞു പോയോ? എന്തെങ്കിലും മഹത്വം കുറഞ്ഞോ? മാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്.
അള്ളാഹ്ക്ക് വേണ്ടി വിനയം കാണിച്ചാൽ, മനുഷ്യർക്ക് വേണ്ടിയല്ല, പടച്ച തമ്പുരാന് വേണ്ടി ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുകയോ താഴ്ന്നു കൊടുക്കുകയോ ചെയ്താൽ ഇല്ലാ റഫഅഹുല്ലാഹ്, അവരെ അള്ളാഹു ഉയർത്തുക തന്നെ ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാരുടെ വീടുകളിലെ ഒരു കുസൃതി സംഭവം കൂടെ കേട്ടു നോക്കാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടാണത്. ആയിഷ ബീവിയുടെ റൂം, വീടെന്ന് പറഞ്ഞുകൂടെ എല്ലാം ഒരു ഹുജറയായിരുന്നു, ഒരു റൂം. ആ റൂമിൽ നബി തങ്ങൾ എങ്ങാനും കിടന്നാൽ ഒരു കാൽ ഒരു ചുമരിൽ തട്ടും. അങ്ങനത്തെ കൊച്ചു കൊച്ചു റൂമുകളിലാണ് ഹബീബായ നബി തങ്ങൾ താമസിച്ചിരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന പള്ളിയുടെ വികസനം നടക്കുമ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആ പരിശുദ്ധമായ ഹബീബിന്റെ അസ്വാജിന്റെ വീടുകളെല്ലാം പൊളിച്ചു മാറ്റി മദീന പള്ളിയിലേക്ക് ചേർക്കണം എന്ന അഭിപ്രായം വന്നപ്പോ മഹാനായ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, മദീന കണ്ട പ്രഗൽഭനായ ആലിം, ഫുഖഹാഉ സബ്ഇൽ അറിയപ്പെടുന്ന മഹാനായ ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു മഹാനവൾ പറഞ്ഞു, ഖലീഫത്തുൽ മുസ്ലിമീൻ, ദയവ് ചെയ്ത് പൊളിക്കല്ലേ, ദയവ് ചെയ്ത് പൊളിക്കല്ലേ. മദീനയാണിത്, ഹബീബിനെ കാണാൻ, ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ, ഹബീബിനോട് സലാം പറയാൻ ലോകത്തിന്റെ നാനാ മുക്കുകളിൽ നിന്നും ആളുകൾ മദീനയിലേക്ക് വരുമ്പോൾ ഹബീബ് ജീവിച്ച വീട്, ഹബീബിന്റെ ഭാര്യമാർ കിടന്നിരുന്ന റൂമുകൾ, അതിന്റെ വലിപ്പവും ചെറുപ്പവും ഒന്ന് കാണുന്നത് മുഅ്മിനീങ്ങൾക്ക് ആശ്വാസമാണ്, അവർക്ക് പാഠമായിരിക്കും, അവർക്കൊരു വലിയ നിധിയായിരിക്കും. അതുകൊണ്ട് പൊളിക്കപ്പെടാതെ നിലനിർത്തപ്പെടണേ എന്ന് മഹാനായ സഈദ് തങ്ങൾ പറഞ്ഞിട്ട് പോലും ഒരുപക്ഷെ അവിടുത്തെ മസ്ലഹത്ത് പാലിച്ചുകൊണ്ട്, അവിടെ പള്ളിയുടെ വികസനമായിരുന്നു വേണ്ടത്, ആ ഒരു മസ്ലഹത്തിന് വേണ്ടി ഹബീബിന്റെ ഹുജറാത്തിന്റെ റൂമുകൾ പൊളിച്ചു മാറ്റിയപ്പോൾ, ഹബീബിന്റെ അസ്വാജിന്റെ ഹുജറകൾ റൂമുകൾ പൊളിച്ചു മാറ്റിയപ്പോൾ വജ്ജത്തിൽ മദീന, മദീന കൂട്ട കരച്ചിൽ കരഞ്ഞിട്ടുണ്ട്. മഹാനായ അല്ലാമാ ദഹബി തങ്ങളും ഇബ്നു സഅദ് എന്നവരും അവരുടെയൊക്കെ താരീഖുകളിൽ വളരെ വ്യക്തമായി സംഭവം പറയുന്നുണ്ട്. മദീന കരഞ്ഞു എങ്ങനെ എന്നറിയുമോ? ഖയൗമ തൂഫിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞ അന്ന് മദീന തേങ്ങി കരഞ്ഞ പോലെ റസൂലുള്ളാഹിന്റെ വീടുകൾ പൊളിച്ചു മാറ്റപ്പെട്ട് പള്ളിയിലേക്ക് ചേർക്കപ്പെടുന്ന സമയത്ത് മദീന മുഴുവൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നറിയുമോ? എന്തുകൊണ്ടെന്നറിയുമോ? 1000 പുസ്തകങ്ങൾ വായിച്ചാൽ കിട്ടുന്നതിനേക്കാളും വലിയ അറിവായിരുന്നു ആ ചുമരുകൾ പറഞ്ഞു തന്നത്. 1000 എൻസൈക്ലോപീഡിയകൾ കിട്ടുന്ന വിവരമാണ് ഹബീബിന്റെ 4 ചുമരുകൾ ലോകവിശ്വാസികളോട് പറയുന്നത്. അതവിടെ നിലനിൽക്കണമായിരുന്നു എന്ന് കൊതിച്ചുപോയ സത്യവിശ്വാസികളുടെ ഹൃദയത്തിന്റെ നൊമ്പരം മദീനയൊന്നാകെ തേങ്ങലായി അലഞ്ഞടിക്കുകയായിരുന്നുവെന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂമിലേക്ക് വരാം. അത് വഹി വരുന്ന വീടാണത്, അത് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന വീടാണത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ആയിഷ ബീവിയാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്. അന്ന് വേറെ ഒരാൾ ഭക്ഷണം കൊടുത്തയച്ചാൽ അത് ബീവിക്ക് ഇഷ്ടമാവില്ല. എൻ്റെ റസൂൽ എൻ്റെ ദിവസം എൻ്റെ വീട്ടിലാണ്, ഹബീബിന്റെ ഭക്ഷണം ഞാൻ കൊടുക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ ഭക്ഷണം വരുന്നു സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന്. സൈനബ് ബീവി നല്ല കുക്കായിരുന്നു, നല്ല കുക്കർ എന്ന് പറഞ്ഞൂടാ, പാത്രമായി പോകും, നല്ല പാകം ചെയ്യുന്ന കുക്കാണ് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ. സൈനബ് ബീവിക്ക് കൈപ്പുണ്യം ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ, ചില പെണ്ണുങ്ങൾ ചില കറി ഉണ്ടാക്കി ഭക്ഷണം നല്ല പ്രത്യേകമായ ടേസ്റ്റ്, അതേ സാധനം വേറെ ആൾക്ക് കൊടുത്താൽ തിന്നാൻ കൊള്ളാത്തതായിരിക്കും ഉണ്ടാക്കുക, ഓരോരുത്തർക്കും ഉണ്ടാവില്ലേ. സൈനബ് ബീവിയുടെ ഭക്ഷണം ഹബീബായ നബി തങ്ങൾക്ക് ഇഷ്ടമാണെന്നറിയാം, പക്ഷേ ആയിഷ ബീവി അത് പൊക്കില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ഒരു കുസൃതി സംഭവം നടക്കുകയാണ്. നമ്മളൊന്ന് ആലോചിക്കണം, എന്താണ് ഈ നടക്കാൻ പോകുന്നതെന്ന്, എന്തായിരുന്നു അതിന്റെ ചേതോവികാരമെന്ന്. ഇമ്പവും സ്നേഹവുമുള്ള ഹബീബിന്റെ കുടുംബ ജീവിതമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൈനബ് റളിയല്ലാഹു അൻഹ ഗോതമ്പും നെയ്യും ചേർത്തുണ്ടാക്കിയ മനോഹരമായ സവീഖ് എന്ന് പറയുന്ന ഭക്ഷണം അല്ലാഹുവിന്റെ ഹബീബിന് കൊണ്ടുകൊടുക്കുകയാണ്. സൈനബ് ബീവിയുടെ ഖാദിമ് ആ ഭക്ഷണ തളികയുമായി ഒരു അടിമപ്പെണ്ണ് ഹബീബായ നബി തങ്ങളുടെ വീട്ടിലേക്ക് ആയിഷ ബീവിയുടെ റൂമിലേക്ക് വരുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ നബി തങ്ങളുടെ മറ്റു ഭാര്യമാരുണ്ട്. നബി തങ്ങളുടെ
ആളുകൾ ആ റൂമിലുണ്ട്. ആയിഷ ബീവിയുണ്ട്. ആകെ ഒരു റൂമേ ഉള്ളൂ, ഒരൊറ്റ റൂം. അതാണ് ഡൈനിങ് ഹാള്, അതാണ് ബെഡ്റൂം, അതാണ് മജ്ലിസ്. എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന്റെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാ ഭക്ഷണം വരുന്നു. ആയിഷ ബീവിയാണെങ്കിലോ അന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഇച്ചിരി ലേറ്റായി പോയിട്ടുണ്ട്. ഭക്ഷണം ആയിട്ടില്ല. ബീവി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നബിക്ക് ഭക്ഷണം വന്നു. ഹബീബാണെങ്കിലോ വിശന്നിരിക്കുകയാണ്. നബിക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് വന്നത്. മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയാണ്, ഹബീബിന്റെ ഭാര്യയാണ്. സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹ കൊണ്ടുകൊടുത്ത ഭക്ഷണം തളികയുമായി വേലക്കാരി പെണ്ണിങ്ങനെ വരുമ്പോൾ ആയിഷ ബീവി മുന്നോട്ട് നടന്നു ചെന്ന് കയ്യിനൊരു തട്ട് കൊടുത്തു. ആ ഭക്ഷണം അങ്ങ് താഴെ വീണു. പാത്രം അങ്ങ് പൊട്ടി. റസൂലുള്ളാഹി തങ്ങൾ ഒന്നും മിണ്ടിയില്ല. അവിടെ കൂടിയ ആളുകള് ആയിഷ ബീവിയെ ചീത്ത പറയാൻ ഒരുങ്ങുമോ എന്ന് ഭയന്നപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഗാറത്ത് ഉമ്മുക്കും, ഗാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മയായ ആയിഷ ബീവിക്ക് ദേഷ്യം വന്നതാണ് കേട്ടോ. കാരണം പറഞ്ഞു കൊടുത്തു. എന്റെ ബീവി ഭക്ഷണം നശിപ്പിക്കുന്നവരല്ല, പക്ഷേ ഇത് ബീവിക്ക് എന്നോടുള്ള സ്നേഹം, അത് മറ്റാരും അതിൽ കൈവെക്കരുത്. എന്റെ റസൂലിന് ഞാനുണ്ടല്ലോ, ഞാനുണ്ടാക്കി കൊടുക്കുമല്ലോ ഭക്ഷണം, പിന്നെന്തിനാ അവൾ കൊടുത്തയക്കുന്നത് എന്ന രൂപേണ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക്, ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിന്റെ കൂടെയുള്ള ഭാര്യമാരോട് തോന്നുന്ന ഗീറത്ത് എന്ന് പറയുന്ന ഒരു തരം മനോഭാവം അതുകൊണ്ടുണ്ടായതാണ്. ഗാറത്ത് ഉമ്മുക്കും എന്ന് പറയുകയും നബി തങ്ങൾ ആ ഭക്ഷണം കൈകൊണ്ട് തുടച്ചെടുക്കുകയും ആ ഭക്ഷണം മുഴുവൻ വാരിയെടുക്കുകയും വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്കാക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, ആയിഷ ആയിഷ ഇനാഉൻ കഇനാഇഹാ വത്വആമുൻ കത്വആമിഹാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്നവരെ നബി തങ്ങൾ ഒന്നും മിണ്ടിയില്ല എന്നതാണ് അത്ഭുതം. ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഏതാണ് കാലമെന്നറിയണം. മാസങ്ങളോളം പട്ടിണി കിടക്കുന്ന വീട്ടിൽ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു ഭക്ഷണം, അതിനു വേണ്ടിയായിരുന്നു ഒരു മാസത്തോളമുള്ള നിരാഹാര സമരമുണ്ടായത്. ആ ഹബീബായ നബി തങ്ങളുടെ വീട്ടിലേക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ താമസിക്കുന്ന ദിവസം സൈനബ് ബീവി കൊടുത്തയച്ച ഭക്ഷണം കൈകൊണ്ട് തട്ടുകയും പാത്രം പൊട്ടി താഴെ വീഴുകയും ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ വാക്ക് ഗാറത്ത് ഉമ്മുക്കും, ഗാറത്ത് ഉമ്മുക്കും. 18 വയസ്സ് പ്രായമുള്ള ആയിഷ ബീവിയെയാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം വന്നിട്ടുണ്ട്, ഉമ്മാക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന ഹബീബിനെ കാണാൻ പുറത്തു നിൽക്കുന്ന സ്വഹാബികളാരും ഇവിടെ കിടക്കുന്ന ഒച്ചപ്പാട് കണ്ടിട്ട് വിഷമിക്കരുത്, എന്റെ ബീവിയെ കുറ്റം പറയരുത്, എന്റെ ആയിഷ മോശക്കാരിയല്ല, അവർക്കൊരു ദേഷ്യം വന്നതാണ്. തങ്ങൾ പറയുമായിരുന്നു, ഇന്നൽ ഗൈറാ, ഇന്നൽ ഗൈറാ ലാ തുബ്സിറു അസ്ഫലൽ വാദി മിൻ ആലി അല്ലെങ്കിൽ അലൽ വാദി മിൻ അസ്ഫലിഹാ. ദേഷ്യം വരുന്ന പെണ്ണിന് കുന്നിന്റെ മീതെ എന്താണ്, കുന്നിന്റെ താഴ്വാരം ഏതാണെന്ന് പോലും ചിലപ്പോൾ അറിയാൻ കഴിയില്ല. ഒരു തരം അന്ധത വരും. ആ ഒരു ദേഷ്യത്തിൽ നിങ്ങളുടെ ഉമ്മ ചെയ്തതാണ് കേട്ടോ, ഉമ്മയോട് ദേഷ്യപ്പെടരുത്. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭക്ഷണം ഹബീബായ നബി തങ്ങൾക്ക് ബീവി കൊണ്ടുപോയി കൊടുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നീതി ചെയ്യാൻ വന്നവരാണ്. ഹബീബ് ആദിലാണ്, ഹബീബാണ് ലോകത്ത് നീതി നടപ്പാക്കാൻ വന്നവർ. മൻ ഞാൻ നീതി ചെയ്തില്ലെങ്കിൽ ആരാണ് ഇവിടെ നീതി ചെയ്യുക എന്ന് ചോദിച്ച നബിയാണിത്. ആ ഹബീബായ തങ്ങൾ പറഞ്ഞു, ആയിഷ നിങ്ങളുടെ ഈ പാത്രം സൈനബിന് കൊടുത്തേക്കണം, ഈ ഭക്ഷണം സൈനബിന്റെ ഭക്ഷണത്തിന് പകരമായി ഏൽപ്പിച്ചേക്കണം. ബീവി കൊണ്ടുവന്ന ഭക്ഷണം നഷ്ടമായില്ലേ, അതിന് പകരം നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം ബീവിക്ക് കൊടുത്തേക്കുക. പിന്നെ ബീവിയുടെ പാത്രം നിങ്ങൾ പൊട്ടിച്ച് കളഞ്ഞില്ലേ, അതിന് പകരം നിങ്ങളുടെ പാത്രം സൈനബ് ബീവിക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞ് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി കൊണ്ടുപോയി കൊടുത്ത ഭക്ഷണം സവീഖാണ്, അതല്ല ഹൈസാണ് എന്നൊക്കെ അഭിപ്രായങ്ങളിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയുള്ള മത്സരമായിരുന്നു അതെല്ലാം. ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ ഒരു ഭാര്യ ചെയ്യേണ്ട കടമകളുണ്ട്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും ഭർത്താവും രണ്ടുപേരും വൃത്തിയിൽ നിൽക്കേണ്ടവരാണ്. ഒന്ന്,
സുഗന്ധം ഉപയോഗിക്കണം. തങ്ങൾ പറയാറുണ്ട്, വീടുകളിൽ സുഗന്ധം വേണം, വീടുകൾ മലിനമാവരുത്. നമ്മുടെ വീടുകളിൽ നല്ല വാക്കുകളാണ് പറയേണ്ടത്. അസഭ്യങ്ങളോ ഉറക്ക ഒച്ച വെച്ചുള്ള വർത്തമാനങ്ങളോ നമ്മുടെ വീടിന്റെ ഉള്ളകത്ത് നടക്കാൻ പാടില്ല. നമുക്കറിയുമോ, ബഹളം വെക്കുന്ന വർത്തമാനം, ഒച്ച വെച്ചുള്ള സംസാരമെങ്ങാനും നമ്മുടെ വീടുകളിൽ നമ്മൾ നിയന്ത്രിച്ചാൽ ആ വീടുകളിൽ സമാധാനം വരും. ഒച്ച വെച്ച് മക്കൾ സംസാരിക്കുമ്പോൾ മക്കളോട് മെല്ലെ പറയണം, നിങ്ങൾ ഒച്ച വെച്ച് സംസാരിക്കരുത്. ഒച്ച വെക്കുന്ന ഒരാൾ, അതിന്റെ അർത്ഥം തന്നെ എനിക്കെന്നെ കൺട്രോൾ കിട്ടുന്നില്ല എന്നാണ്. ഞാൻ അധ്യാപകനാണ്. നമ്മൾ ഒരുപാട് ഉസ്താദുമാരും മുഅല്ലിമീങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അധ്യാപന ജോലി ചെയ്യുന്ന ടീച്ചേഴ്സും മാസ്റ്റർമാരൊക്കെ അവരുണ്ടായിരിക്കും സദസ്സിൽ. ഇപ്പോഴും അധ്യാപന ജോലിയാണ്. ആരോ ഒരു തമാശയൊക്കെ പറഞ്ഞു തരുന്നു, ഉസ്താദ് ജോലിയൊക്കെ പോയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അതിനൊക്കെ സന്തോഷമായിക്കോട്ടെ. പോയിട്ടൊന്നുമില്ല, അൽഹംദുലില്ലാ. അങ്ങനെ ആരോ റൂമർ വിട്ടു എന്ന് പറഞ്ഞു. അപ്പോഴേ നമ്മുടെ പേഴ്സിൻ്റെ കഥ ഒരാൾ പറഞ്ഞു തന്നെ എനിക്ക്. ഇന്ന് രാവിലെ ഞങ്ങൾ പേരാമ്പ്രണ്ടായിരുന്നു. അപ്പോൾ പറയാം, ഇപ്പോഴും ജോലി അതന്നെ, അധ്യാപന ജോലിയാണ്. പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്താണ് അതുപോലെ അങ്ങനെയൊക്കെ മനസ്സ്. സുബ്ഹാൻ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മളൊരു ജോലി ചെയ്ത് ജീവിക്കല്ലേ, ആരോടും കൈനീട്ടി ചോദിക്കാണ്ട് നമ്മൾ അധ്വാനിച്ച് അയാൾക്കൊരു ജോലി ഉണ്ട്, ജീവിച്ചോട്ടെ, അത്ര ചിന്തിച്ചാൽ പോരെ. സുബ്ഹാൻ അല്ലാഹ്, അതൊക്കെ പോട്ടെ. അപ്പോൾ ഈ അധ്യാപനത്തിൻ്റെ ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയോ, കുട്ടികളെ തലേ കയറി. ഞാൻ പഠിപ്പിക്കുന്ന മക്കളൊക്കെ വളരെ ചെറിയ മക്കൾ മുതൽ 13ാം ക്ലാസ് വരെയുള്ള ദാടി ഇന്നെക്കാളും വലിയ മക്കളെ ഞാൻ പഠിപ്പിക്കുന്നത്. ചിലപ്പോഴൊന്നും കൺട്രോൾ കിട്ടാത്ത അവസ്ഥ വരും. നമ്മളെ നാട്ടിൽ വരുന്ന പോലെ നമ്മളെ ഇന്ത്യൻ സ്കൂളുകളൊക്കെ വളരെ നല്ല സ്കൂളാണ്, പഠിപ്പിക്കാൻ സുഖമാണ്, മക്കൾ അടങ്ങിയിരുന്ന് പഠിക്കുകയും എഴുതും. ഒരുപക്ഷെ ഇന്റർനാഷണൽ സ്കൂളുകളുടെ കഥ അങ്ങനെയല്ല. പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവരെ പഠിപ്പിക്കാനുള്ള മനസ്സാദ്യം കൊണ്ടുവരണം, വിഷയത്തിലേക്ക് അവരെ ഇൻട്രസ്റ്റഡ് ആക്കണം, എന്നിട്ട് അതിൻ്റെ മെറ്റീരിയലും റിസോഴ്സസും കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ആക്ടിവിറ്റീസും കൈനസ്തെറ്റിക്കും ഓഡിയോ വിഷ്വൽ ഇതൊക്കെ കൊടുത്തിട്ട് പഠിപ്പിക്കണം. കുറച്ച് അധ്വാനമുള്ള പണിയാണ്, നല്ല അധ്വാനമാണ്. പക്ഷേ ഒരു കുട്ടിയെങ്ങാനും ഒരു വികൃതി ചെയ്താൽ ഒരധ്യാപകനും ഉറക്കെ സംസാരിക്കാൻ പാടില്ല. നമ്മളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ പറയാൻ പാടില്ല. ഉറക്കെ സംസാരിച്ചാൽ ആ കുട്ടിക്ക് മനസ്സിലായി എൻ്റെ അധ്യാപകന് ഒരു കൺട്രോളും ഇല്ല. പിന്നെ അവര് കളി കൂടും. അപ്പൊ കൂടില്ല, അടുത്ത ലെസണിൽ കൂടും, പിറ്റത്തെ പീരീഡിൽ കൂടും. നമുക്ക് ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങിൽ പറയും, ഒരിക്കലും ഒരു അധ്യാപകനും കുട്ടികളോട് കയർത്ത് ഒച്ച വെച്ച് ഒരിക്കലും സംസാരിക്കരുത്. ആ പ്രശ്നം ഉണ്ടാക്കുന്ന മക്കളെ അരികത്തേക്ക് ചെന്നിട്ടോ അടുത്തേക്ക് വിളിച്ചിട്ടോ സൗമ്യമായി ആ വിഷയം പറഞ്ഞാൽ അവരടങ്ങിയിരിക്കും. നമ്മൾ വിചാരിക്കുക അടിച്ചാൽ തന്നെ മക്കൾ നന്നാവുള്ളൂ എന്ന്. ഉസ്താദുമാരെ, ഞാനൊക്കെ അടി കൊണ്ട് വളർന്നതാണ്. ദാറുൽ-ഹുദയിലൊക്കെ നല്ല അടി കൊണ്ടിട്ടുണ്ട്. ഉസ്താദന്മാർ മദ്രസന്നൊക്കെ നമ്മളൊക്കെ അങ്ങനെയാണ് വളർന്നത് അല്ലേ. പക്ഷെ നമ്മൾ അടി കൊടുത്തിട്ട് എന്നെ പഠിപ്പിക്കാവൂ, അടിക്കാണ്ട് പഠിപ്പിക്കാൻ പറ്റും മുഅ്മിനെ. ഞാൻ എൻ്റെ അനുഭവം പറയാം. 16 കൊല്ലമായി പഠിപ്പിക്കുന്നു. ഇതുപോലെയുള്ള പറ്റ കച്ചറുള്ള കുട്ടികൾ വരെ വരാറുണ്ട്. പക്ഷേ അടിക്കേണ്ടി വന്നിട്ടില്ല, എന്തെങ്കിലും ശകാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരോട് പറയേണ്ട ചില വാക്കുകളുണ്ട്. അത് ഞാൻ ടീച്ചിങ് ട്രെയിനിങ് ഒക്കെ ഉണ്ടാവും പറഞ്ഞു തരുന്നുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ. ആ വാക്ക് ഉപയോഗിച്ചാൽ ഏത് കുട്ടിയോട് അടങ്ങിയിരിക്കും. നമുക്ക് വടിയെടുക്കേണ്ട ആവശ്യമില്ല, പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒച്ച വെച്ച് കയർത്ത് മുഖമൊക്കെ ചീർത്ത് മുഖമൊക്കെ വീർപ്പിച്ച് വലിയൊരു ആചാനബാഹുവായി നടക്കേണ്ട ഒരു കാര്യമില്ല. ഈ തടിയും വലുപ്പവും ആറ്റുപേറ്റില്ലാത്ത ഈ മിസ്കീനായ ഞാനാണ് വലിയ വലിയ മുതഅല്ലിമീങ്ങളെ, എൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഇവിടെ കയ്യൂക്കിൻ്റെ ആവശ്യമില്ല അധ്യാപനത്തിന്. ഇത് നബി തങ്ങളുടെ ഒരു ശൈലിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഒച്ച വെച്ച് സംസാരിക്കൂലല്ലോ. മാ ദറബ റസൂലുള്ളാഹി ബിയദിഹി അഹദൻ ഖത്ത് ഇല്ലാ അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ കൊണ്ട് നബി തങ്ങൾ ഒരാളെയും അടിച്ചിട്ടില്ല. 10 വയസ്സായിട്ടും നിസ്കരിക്കാതിരിക്കുന്ന മക്കളെ നിങ്ങൾ അടിച്ചോളൂ എന്ന് തങ്ങൾ പറഞ്ഞു. പക്ഷെ നബി തങ്ങൾ ഒരു കുഞ്ഞിനെയും അടിച്ചിട്ടില്ല, അടിക്കേണ്ടി വന്നിട്ടുമില്ല. തങ്ങളുടെ ഭാര്യമാരെ തങ്ങൾ അടിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒച്ച വെച്ച് സംസാരിക്കരുത്. ബഹളം വെക്കെന്ന് പറയില്ലേ, അത് ഒരു തരം വിവരക്കേടിന്റെ അടയാളമാണ്. ബഹളം വെച്ച് ഒച്ചപ്പാട് നമ്മുടെ അങ്ങാടികളിലും നമ്മുടെ സമരങ്ങളിലും നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലും നമ്മുടെ ഇലക്ഷൻ നടക്കുന്നിടത്തും എല്ലായിടത്തും ബഹളം ഒച്ച വെച്ച് ഞാനിവിടെ നിങ്ങളൊക്കെ കാർന്ന് തിന്നാൻ പോവാണ് എന്നൊരു വരവും കാട്ടിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ കാം ഡൗൺ, സമാധാനപരമായി നിന്നിട്ട് ദേശത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതിന് ഹബീബിന്റെ ട്രെയിനിങ് വേണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളുടെ ചില ടീച്ചിങ് ടെക്നിക്കുകളുണ്ട്. അത് പഠിച്ചാൽ വളരെ എളുപ്പമാണ്. നബി തങ്ങളുടെ സുന്നത്തുകളാണ്. അത് അതുപോലെ അങ്ങ് ചെയ്താൽ ഏത് പിശാചിനെയും നമുക്ക് അവിടെ വരച്ച വരയിൽ നിർത്താൻ കഴിയും.
അള്ളാഹു ഒരുപാട് അധ്യാപകന്മാരുണ്ടായി, ഉസ്താദുമാരൊക്കെ ഇവിടെ ഉണ്ട്. വലിയ തലവേദനയുള്ള ജോലിയാണത്. എത്രയോ ആളുകൾ ഒരുപക്ഷെ ലൈവ് വ്യൂവേഴ്സിൽ കാണും, അധ്യാപകന്മാർ, അധ്യാപികമാർ. അവർക്കൊക്കെ അവരുടെ ജോലി ഭംഗിയായി ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. കഴിഞ്ഞ ഒരു കാലം ഇത് നല്ല എളുപ്പമുള്ള ജോലിയായിരുന്നു. കുറച്ച് കാലം വരെ, ഒരു 4-5 കൊല്ലം വരെ വലിയ പണിയൊന്നുമില്ലാത്ത ജോലിയായിരുന്നു. ഇപ്പോ മുഴുവൻ സമയവും അധ്വാനിക്കേണ്ട ജോലിയാണ്. തീർത്താൽ തീരാത്ത ജോലിയാണ് അധ്യാപനം, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ. അള്ളാഹു എല്ലാ മക്കളെയും, പഠിക്കുന്ന മക്കളെയും നല്ല ഉന്നത വിജയങ്ങളിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. അവരുടെ അധ്യാപകർക്ക് അവർക്ക് നല്ല നിലയിൽ പഠിപ്പിച്ചു കൊടുക്കാനുള്ള തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വീടുകളിലേക്ക് വരാം. നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഒരാളും ബഹളം വെച്ച് സംസാരിക്കരുത്. ചൂടാവുക, വാപ്പ ഒച്ച വെച്ച് സംസാരിച്ചു, ഇത് കൊച്ചുകുട്ടി കണ്ടാൽ ആ കുട്ടി അങ്ങനെയാ പിന്നെ സംസാരിക്കാൻ പോകുന്നത്. അത് ബഹളമയമാവും. പിന്നെ ആരുടെ ഒച്ചയാണോ കൂടുതൽ അവൻ ജയിക്കും എന്ന അർത്ഥത്തിൽ വരും. അങ്ങനെയല്ല, ന്യായമാണ് ജയിക്കേണ്ടത്, ന്യായമാണ് ജയിക്കേണ്ടത്. യു ഹാവ് ഡൺ സംതിങ് റോങ്. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടാൽ ഏതൊരു മനുഷ്യന്റെയും മനസ്സിനെ അല്ലാഹു വെച്ച തുമ്മ ഹദാ, നന്മയും തിന്മയും മനസ്സിലാക്കുന്ന ഒരു ഹിദായത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അത് ഏത് കുട്ടിക്കും ചെയ്തത് തെറ്റാണെന്ന് ബോധിപ്പിച്ചു കൊടുത്താൽ മതി. അതിന് അജാനുബാഹുവായി സിംഹം പോലെ വന്നിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് കാര്യമായി പറഞ്ഞു കൊടുത്താൽ അത് സാധ്യമാണ്. അള്ളാഹു നമ്മളെയൊക്കെ നല്ല വാപ്പമാരും നല്ല ഉമ്മമാരുമാക്കി തരട്ടെ. നമ്മളൊന്നും ഒരു പാരന്റിങ് ട്രെയിനിങ് നടത്താറില്ല. നമ്മുടെ CSC ദാറുൽ ഹുദയുടെ ഹുദവി സുഹൃത്തുക്കൾ നടത്തുന്ന ഒരു ട്രെയിനിങ് കോഴ്സ് ഉണ്ട് പാണക്കാട് വെച്ച് നടക്കുന്ന. വിവാഹം കഴിക്കാൻ പോകുന്നവരും വിവാഹിതരായി കഴിഞ്ഞവരും ഖത്തീബ് ഉസ്താദുമാർക്കും ഖത്തീബാകാൻ പോകുന്നവർക്കും ഒക്കെയുള്ള ട്രെയിനിങ് നടക്കാറുണ്ട്. എങ്ങനെ ഒരു നല്ല വാപ്പയാവാം. നമ്മളൊക്കെ കുട്ടിയായി വിശേഷം ഉണ്ട് എന്ന് അറിയുമ്പോഴാണ് ഞാൻ വാപ്പയാകാൻ പോവുകയാണല്ലേ, കുട്ടിയായി, പിന്നെ അടുത്ത കുട്ടിയായി, രണ്ടാമത്തതായി, അങ്ങനെ പോകുക എന്നല്ലാണ്ട് ഒരു നല്ല വാപ്പയാവാൻ, ഒരു നല്ല ഉമ്മയാവാൻ എന്തൊക്കെ അറിയണം എന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ പല ആൾക്കും അറിയില്ല എന്നതാണ് വസ്തുത. കുറെ പ്രസവിച്ചിട്ടുണ്ട്, കുറെ കുട്ടികളുടെ വാപ്പയാണെന്ന് വാപ്പ പറയും. ഞാൻ ഇത്ര 3 പെറ്റ ഉമ്മയാണെന്ന്, 4 പെറ്റ ഉമ്മയാണെന്ന് ഭാര്യ പറയും. ഇതിൽ കവിഞ്ഞ് നിങ്ങൾ നല്ലൊരു ഉമ്മയാണോ, നിങ്ങൾ നല്ലൊരു ഉപ്പയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അള്ളാഹിന്റെ കുതിരത്തോണ്ട് സാമാരോടൊക്കെ ദ്വാരക്കാൻ പറയുന്നുണ്ട്, നല്ല കുട്ടികളാക്കി തരാൻ ദ്വാരക്കണേ. അത്രേ നമ്മുടെ കയ്യിലുള്ളൂ. അതെങ്കിലും ഇരിക്കട്ടെ. അള്ളാഹു അതുകൊണ്ടെങ്കിലും നമ്മൾ സലാമത്താക്കി തരട്ടെ. പക്ഷേ ഹബീബായ നബി തങ്ങൾ ഒരിക്കലും ദേഷ്യപ്പെടില്ല, ദേഷ്യപ്പെട്ട് കയർത്ത് സംസാരിക്കില്ല, ദേഷ്യപ്പെടില്ല എന്നല്ല. ഇല്ല ഇതും മിൻ മഹാരിമില്ല. അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് എന്തെങ്കിലും ലംഘനം വന്നാൽ ഹബീബ് ദേഷ്യപ്പെടും സല്ലല്ലാഹു. പക്ഷേ തങ്ങൾ ഷൗട്ട് ചെയ്യൂല, തങ്ങൾ ഉറക്കെ സംസാരിക്കൂല, കാര്യമായിട്ട് പറഞ്ഞു തരും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ നമ്മൾ വിചാരിക്കുക, നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു പാത്രം ഇങ്ങനെ പൊട്ടി തകർന്നു വീണുവെന്ന് ആലോചിക്കുക. അവിടെ രണ്ടാമതൊരു പാത്രമില്ല മുമ്പിനെ നമ്മൾ അറിയണം. നമ്മുടെ ഒരേ ഒരു മൊബൈൽ ഫോൺ കുട്ടിയെടുത്തിട്ട് കിണറ്റ് കൊണ്ടുപോയി ചാടിച്ചു എന്ന് വിചാരിക്കുക. ആ വീട്ടിൽ യുദ്ധാവൂലേ അവൻ്റെ വക, എന്തായിരിക്കും നടക്കാൻ? ഇന്നിപ്പോൾ ആകെ അല്ലേ മൊബൈൽ ഫോൺ ആയതുകൊണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. വൈഫില്ലാണ്ട് ജീവിക്കാൻ പറ്റും, വൈഫൈ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റണില്ല ചെറുപ്പക്കാർ പറയുന്നുണ്ടെന്ന് പോലും. അല്ലാഹു അലം. ഫുൾ ഓൺ എന്താണ്, നെറ്റ് വേണം, കണക്ഷൻ വേണം. അത് വൈഫൈ ആണെങ്കിൽ, വൈഫൈ ഇല്ലെങ്കിലൊന്നും കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ യാത്ര പോയപ്പോൾ കൂട്ടത്തിലൊരാൾ തമാശയായി പറഞ്ഞപ്പോൾ കേട്ടതായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതൊന്ന് ഒരു കുട്ടിയെ ഇട്ട് പൊട്ടിച്ചു എന്ന് വിചാരിക്കുക, നമുക്ക് വലിയ ദേഷ്യം. എന്തൊരു ബഹളം ഉണ്ടാക്കും. ആ ബഹളം കൊണ്ട് ആ പൊട്ടിയത് തിരിച്ചു കിട്ടുമോ? ഇല്ല. ഇനിയൊന്ന് പൊട്ടിക്കാണ്ടിരിക്കാനല്ലേ പറ്റൂ. അതിനുള്ള ഉപദേശം കൊടുക്കേണ്ട രീതി ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ലാ തഗ്ളബ്, ക്ഷുഭിതരാവരുത്. ലാ തഗ്ളബ്, ക്ഷുഭിതരാവരുത്. കീപ് അണ്ടർ കൺട്രോൾ. നമ്മളെ കൺട്രോൾ ചെയ്യണം, പൊട്ടിത്തെറിക്കരുത്. എനിക്ക് ഒരുപാട് അധ്യാപകരുമായി ബന്ധപ്പെട്ട് പറയാനുള്ള സമയം നമ്മുടെ വേദിയും അതല്ലാത്തത് കൊണ്ട് ഞാൻ മാറ്റിവെക്കുകയാണ്. കാരണം ഞാൻ അനുഭവിക്കുന്നത് പോലെ അനുഭവിക്കുന്നവരായിരുന്നു ഇവിടെയുള്ള മുത്തഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഉസ്താദുമാരൊക്കെ. അതുകൊണ്ട് പലപ്പോഴും ആഗ്രഹം തോന്നാറുണ്ട് അങ്ങനെ ഒരു ട്രെയിനിങ് കോഴ്സെങ്കിലും നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ആണെങ്കിൽ വലിയ അളവിൽ ഉപകാരവും വളരെ പെട്ടെന്ന് നമ്മുടെ മക്കൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ടീച്ചിങ് സ്റ്റൈലുകൾ, ടീച്ചിങ് ആൻഡ് ലേണിംഗ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അതിന് ട്രെയിനിങ് ഒക്കെ ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട്. ഞാനൊരു പ്രൊഫഷണൽ ട്രെയിനർ ഒന്നുമല്ല, പക്ഷേ അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് പങ്കുവച്ചു പോയി എന്ന് മാത്രം. അല്ലാഹു ഹബീബായ നബി തങ്ങളെ ഇന്നമാ ബുഇസ്തു
മുഅല്ലിമ, ഞാൻ ഏറ്റവും നല്ല അധ്യാപകനായിരുന്നുവെന്ന് നബി തങ്ങൾ പറയാറുണ്ട്. അല്ലാഹു നമ്മളെല്ലാവരും അവനവന്റെ വീടുകളിൽ നമ്മളൊക്കെ അധ്യാപകരാണ്, നമ്മളൊക്കെ അധ്യാപികമാരാണ്. സഹോദരിമാരെ, അല്ലാഹു നമ്മെ നല്ലവരാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹബീബിന്റെ ജീവിതത്തിലെ വലിയൊരളവോളം നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയാണ്. അലാ ഉഹദ്ദിഥുകും അന്നി വഅനിൻ നബി, ഞാൻ എന്റെയും റസൂലിന്റെയും എന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ കൊണ്ടുപോകുന്നത് ഹബീബിന്റെ കുടുംബത്തിലെ മറ്റൊരനുഭവത്തിലേക്ക്. ഇമാം നസായി തങ്ങൾ അവരുടെ സുനനിൽ കൊണ്ടുവന്ന ഹദീസാണിത്. സമയം വൈകുന്നുണ്ടല്ലേ? 12:10 കുഴപ്പമില്ലല്ലോ. കുറച്ചും കൂടെ പറഞ്ഞപ്പോൾ നമുക്ക് തീർക്കാൻ കഴിയില്ല. എന്നാലും നിങ്ങളൊക്കെ ഒന്ന്, എനിക്കെന്താ ഇന്ന് സമാധാനം എന്താ വെച്ചാൽ ഇന്നത് ലാസ്റ്റ് പ്രോഗ്രാമാണ് ഈ ആഴ്ചത്തെ. ആയുസ്സുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഇത് കഴിഞ്ഞാൽ സൗണ്ട് പോയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് പരിപാടി ഉണ്ടായിരുന്നു, കാര്യമായിട്ട് ഒച്ചയൊന്നും ഇല്ലായിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഇത് 6ാമത്തെ പ്രോഗ്രാം, വെള്ളിയാഴ്ച മുതൽ. അപ്പോൾ ഈ മണ്ണാർക്കാട് വരുമ്പോൾ റബ്ബേ ഒച്ച ഉണ്ടാവുമോ, വല്ലാത്തൊരു ഒരു 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 ആശങ്ക ഉണ്ടായിരുന്നു. നല്ല മൈക്ക് നമ്മുടെ സൗദി സൗണ്ട് എൻ്റെ ഓപ്പറേറ്റർമാരൊക്കെ നന്നായി സഹകരിച്ചതുകൊണ്ട് അൽഹംദുലില്ലാ, നമ്മുടെ ഫഖ്ർ ഉസ്താദൊക്കെ ശരിക്കും നല്ല മൈക്കാവണമെന്ന ഒരു നിബന്ധന കണ്ടതിൻ്റെ പേരിലൊക്കെ നല്ലൊരു ആശ്വാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദുദ്യമങ്ങളൊക്കെ വിജയിപ്പിക്കട്ടെ, ഇതിനൊക്കെ അർഹമായ കൂലി അല്ലാഹു നൽകട്ടെ എന്ന് ദുആയിരക്കുകയാണ്. വളരെ വൈകിക്കുന്നില്ല, എനിക്കും ഒരു 2-2:30 മണിയാകുമ്പോഴേക്കും മാക്സിമം കോഴിക്കോട് എയർപോർട്ടിലേക്ക് എത്തണം. അപ്പോൾ അതിന് പറ്റുന്ന ഒരു സമയം കണക്കാക്കി നമ്മൾ വിഷയം അവസാനിപ്പിച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് റാപ്പപ്പ് ചെയ്യുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനും എൻ്റെ റസൂലിൻ്റെയും ഒരു അനുഭവം ഞാൻ പറഞ്ഞു തരട്ടെ. എൻ്റെ റൂമിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഞാനും കിടക്കുകയാണ്. ഞാൻ കിടന്നപ്പോൾ ഞാൻ ഉറങ്ങി എന്ന് നബി തങ്ങൾ വിചാരിച്ചു. എന്നിട്ട് നബിയുടെ ഒരു അരമുണ്ടുണ്ട്, വസ്ത്രം, അത് മെല്ലെ എൻ്റെ ദേഹത്തേക്ക് പുതപ്പിച്ചു തന്ന് എന്നെ ഒന്ന് ആഞ്ഞു കെട്ടിപ്പിടിച്ച് ഞാൻ ഉറങ്ങി എന്ന് നബി തങ്ങൾക്ക് തോന്നി. ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു എന്ന് ആയിഷ ബീവി പറയാം. എന്നിട്ട് നബി തങ്ങൾ മെല്ലെ എൻ്റെ റൂമിൽ നിന്ന് എഴുന്നേറ്റു, മെല്ലെ വാതിൽ തുറന്നു, മെല്ലെ അതടച്ചു, മെല്ലെ നബി തങ്ങൾ നടന്നുപോയി. ഞാൻ അപ്പോഴേക്കും എൻ്റെ മക്കനെയും എൻ്റെ ഭർത്തയൊക്കെ ഇട്ടിട്ട് ഞാനും പിന്നാലെ പോയി. എവിടെയാണ് എൻ്റെ റസൂല് പോകുന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ട് ചെന്ന് നോക്കുമ്പോ എൻ്റെ റസൂൽ നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവർ ജീവിച്ചിരിക്കുന്നവരല്ല ഭൂമിയിൽ, പക്ഷേ ഖബറിൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ജന്നത്തുൽ ബഖീഇൽ എൻ്റെ റസൂൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ കണ്ടു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഹബീബായ നബി തങ്ങൾ 2 കൈയും ആകാശത്തേക്ക് ഉയർത്തുകയാണ്. ഞാനിങ്ങനെ നോക്കി നിന്നു. ഇതിനാണോ ഈ പാതിരാക്കി എൻ്റെ റൂമിൽ നിന്ന് നബി തങ്ങൾ ഇറങ്ങിപ്പോയത്? ഞാനിങ്ങനെ നോക്കി നിന്നു. കുറെ നേരം കഴിഞ്ഞ് നബി തങ്ങൾ പ്രാർത്ഥന അവസാനിപ്പിച്ച് തിരിഞ്ഞു നിന്നപ്പോ ഞാൻ ഓടടാ ഓട്ടം, എന്റെ പിന്നിൽ നബിയും ഓടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ വേഗം ഓടിച്ചെന്ന് ഞാൻ എൻ്റെ വിരിപ്പിലേക്ക് കടന്ന് ഞാൻ എൻ്റെ പുതപ്പെട്ടങ്ങ് മൂടി. അള്ളാഹിന്റെ റസൂലും എല്ലാ റൂമിലേക്ക് വന്നു. അള്ളാഹുവിന്റെ റസൂലിനെ വിവരമറിയാമല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ചോദിച്ചു, യാ ആയിഷു. ആയിഷ എന്ന് വിളിക്കുന്നതിന്റെ ഒരു ചെറിയ രൂപമാണ് ആയിഷു. സ്നേഹത്തോടെ അങ്ങനെ ഒരു കൊച്ചു പേരൊക്കെ. ഖദീജക്ക് ഒരു ഖദീജു, നമ്മളത് ഖദീസ നാക്കും, അവിടെ കുഴപ്പം. ഫാത്തിമ എന്നുള്ളത് എത്ര മനോഹരമായി ഫത്തൂം എന്ന അറബികൾ വിളിക്കും. ഫാത്തിമയെ ഫത്തൂം, അബ്ദുള്ളയെ അബ്ബൂദ്, മുഹമ്മദ് എന്ന പേരാണെങ്കിൽ ഹമൂദി, സ്നേഹത്തോടെ വിളിക്കുന്ന അറബി ശൈലി അങ്ങനെയാണ്. നമ്മുടെ നാട്ടില് ഫാത്തിമാനെ പാത്തുമാനാക്കും അല്ലേ? നമ്മുടെ മലയാളവുമായി ബന്ധപ്പെട്ട ഒരു ഭാഷാ വ്യത്യാസമായിരിക്കാം, പക്ഷേ അതിലൊരു ഭംഗി വേണം. ഒരു മനുഷ്യന്റെ പേരല്ലേ, അതും ഹബീബിന്റെ കുടുംബത്തിന്റെ പേരുകളാണ് അതൊക്കെ. യാ ആയിഷു, ആയിഷ ബീവിയെ വിളിക്കുക നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഷിയൻ റാബിയ,
ആയിഷ ബീവിന്റെ വയറിങ്ങനെ പൊങ്ങുന്നുണ്ട്, താഴുന്നുണ്ട്, ശ്വാസം ഓടിയതല്ലേ. എന്താ ഈ വയറിങ്ങനെ പൊങ്ങുന്ന താഴുന്ന ആയിഷ, അതെന്താ കാര്യം? കാര്യമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പിന്നെ ആയിഷ വല്ലാഹി ലതുഖ്ബിരീനനി, അല്ലാഹനെ വിചാരിച്ച് ചോദിക്കുക, പറഞ്ഞോളൂ. ഔല യുഖ്ബിറന്നൽ അസീസുൽ അലീം, അല്ലെങ്കിൽ അല്ലാഹു എനിക്ക് പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു എന്താ വിഷയം? അപ്പൊ പറഞ്ഞു കൊടുത്തു, നബിയെ സംഭവം നിങ്ങൾ പോണതൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങൾ എന്നെ വിട്ട് തൊട്ടപ്പുറത്തെ റൂമൊക്കെ എങ്ങാനും പോവുകയാണോ എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ തൊട്ടടുത്ത വീടുകൾ നമ്മൾ അറിയണം, അത് ഹബീബിന്റെ ഭാര്യമാരാണ്. നമ്മുടെ അയൽപക്കങ്ങളിലേക്ക് ഒരു അന്യബന്ധങ്ങളിലേക്ക് പോകുന്ന രീതിയിൽ ഇതിനെ കാണരുത്. ഹബീബിന്റെ കുടുംബിനികൾ. പക്ഷെ അതുപോലും ആയിഷ ബീവിക്ക് ഇഷ്ടമല്ല. എന്റെ ദിവസം എന്റെ കൂടെയാണ്. അങ്ങനെ നബിയെ അങ്ങ് ജന്നത്തുൽ ബഖീഇൽ നിന്ന് ദുആ ഇറക്കുന്നത് ഞാൻ കണ്ടു. ആയിഷ, നിനക്കറിയോ, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ മുമ്പിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, എന്റെ ചെവിയിൽ മന്ത്രിച്ചു, മെല്ലെ എഴുന്നേൽച്ചു വരും നബിയെ. ആ സംസാരം ആയിഷ നീ കേൾക്കുകയോ നിന്റെ ഉറക്കിനൊരു ബുദ്ധിമുട്ടാവുകയോ ചെയ്യരുതെന്ന് വിചാരിച്ച് ഞാൻ നിന്നെ ഉണർത്താതെ മെല്ലെ എഴുന്നേറ്റതാണ്. എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം എഴുന്നേൽക്കാൻ പറഞ്ഞതാണ്. എന്നോട് പറഞ്ഞു, നബിയേ വരണം. ഇതേതാ രാത്രി എന്നറിയോ? ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ. ഇത് ബറാഅത്തിന്റെ രാവാണ്. ഇത് ശഅബാൻ 15ന്റെ രാവാണ്. ഇനി റമദാനിലേക്ക് 15 ദിവസങ്ങളേ ഉള്ളൂ. ഇത് ബറാഅത്തിന്റെ രാവാണ്. ഈ രാത്രിയിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി അങ്ങയുടെ അനുയായികളും അല്ലാത്തവരുമായ മുഅ്മിനീങ്ങളുണ്ട് അവിടെ. അവർക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്തു കൊടുക്കണം. അങ്ങയുടെ സ്വഹാബിയത്തുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ വന്ന് വിളിക്കുകയും എന്നെ കൊണ്ടുപോവുകയും ചെയ്തതായിരുന്നു ആയിഷ. എന്നിട്ട് ഫല്ലഹദനി ഫീ സുദ്രി, എന്റെ നെഞ്ചിലൊന്ന് കൈകൊണ്ട് കുത്തിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ എന്നോട് ചോദിച്ചു, അദ്വനൻതി അൻ യഹീഫല്ലാഹു അലൈകി വറസൂലുഹു, അല്ലാഹുവും റസൂലും നിന്നോട് ചതി ചെയ്യുമെന്ന് നീ വിചാരിച്ചോ? എന്താ പറഞ്ഞതിനർത്ഥം? അള്ളാഹുവിന്റെ അനുസരണ നബിയെ അനുസരിക്കലാണ്. നബിയെ സ്നേഹിക്കൽ അള്ളാഹിനെ സ്നേഹിക്കലാണ്. നബി തങ്ങളെങ്ങാനും വഞ്ചന ചെയ്താൽ വഞ്ചന ചെയ്യുന്ന ഒരാളെ അള്ളാഹു നബിയാക്കി എന്നല്ലേ അതിനർത്ഥം വരിക? ഞാൻ വഞ്ചിച്ചാൽ അള്ളാഹു വഞ്ചിച്ചു എന്നാണ് ഇതിനർത്ഥം. ആയിഷ, നീ വിചാരിച്ചോ അള്ളാഹുവും അവന്റെ റസൂലും നിങ്ങളെ വഞ്ചിക്കുമെന്ന്? ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയെ, ഞാൻ അങ്ങനെ കരുതിയതായിരുന്നില്ല. പക്ഷേ എനിക്ക് അങ്ങയെ വേണമായിരുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ, നിങ്ങൾ എന്ത് മറച്ചു വെച്ചാലും ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്ന് ആ വിഷയം അറിയിക്കുകയും എനിക്ക് വിവരം നൽകുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ സംഭവിച്ച വളരെ മനോഹരമായ അനുഭവം നോക്കൂ. പാതിരാത്രി ഒരാളും വീട് വിട്ട് ഇറങ്ങി പോവേണ്ട ഒരു കാര്യമില്ല. ഇശാ കഴിഞ്ഞാൽ വീടുകളിൽ എത്തുകയും നേരം പുലരുന്നവരെ കുടുംബത്തോടൊപ്പം അന്തി ഉറങ്ങുകയും ചെയ്യുന്ന ഒരു രീതിയാണ് മുസ്ലിമിൻ്റേത്. അവിടുന്ന് ഹബീബായ നബി തങ്ങൾ ഇറങ്ങുന്നത് ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യാനാണ്. അവിടെയുള്ള ആളുകൾ മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഖബർ ജീവിതത്തിന്റെ മഹാ അത്ഭുതങ്ങളും അനുഭവങ്ങളുമായിരുന്നു. ഇന്നലെ കാസർഗോഡ് കുമ്പോൽ തങ്ങളുടെ പരിപാടിയായിരുന്നു. ഇന്നലെ രാത്രിയിൽ ആ വിഷയം തന്നെ അതായിരുന്നു. ഖബർ ലോകത്തെ ആളുകൾ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അറിഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ് എന്ന അഹ്ലുസുന്നയുടെ അഖീദയെ സമർത്ഥിച്ചുകൊണ്ടുള്ള പ്രഭാഷണമായിരുന്നു ഇന്നലത്തേത്. ഞാൻ അതിലേക്ക് കടക്കുകയല്ല. ഖബറാളികൾ നമ്മളെ പ്രതീക്ഷിക്കുകയാണ്. എന്റെ ബന്ധുക്കൾ വരുന്നുണ്ടോ? അവരെ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരെനിക്ക് വേണ്ടി നന്മ ചെയ്യുന്നുണ്ടോ? ആ ഖബറാളികളെ ഓർക്കാൻ വേണ്ടി ശഅബാനിന്റെ പകുതി, ആ ബറാഅത്തിന്റെ രാവിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. ബറാഅത്തിന്റെ രാവിന് പുണ്യമില്ലെന്നോ അതൊന്നും ശ്രേഷ്ഠമല്ലെന്നോ പറയുന്നവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കുകയും തള്ളിക്കളയുകയും ചെയ്യേണ്ടതാണ്. കാരണം സ്വഹീഹായ സനദുകളിൽ നമ്മുടെ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തുകയും സമർത്ഥിക്കുകയും ചെയ്ത വിഷയമാണിത്.
ആ രാവിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ അള്ളനൻതി അൻ യഹീഫ അല്ലാഹു അലൈകി വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങളോട് അനീതി കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ ആയിഷ? അല്ലാഹു നിങ്ങളോട് അനീതി കാണിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളോടുകൂടെയുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ ജീവിതം, നബി തങ്ങളെ കുറിച്ച് ആയിഷ ബീവി പറയുന്നു, ഒരു രാത്രി എൻ്റെ റസൂൽ ദീർഘമായി നിസ്കരിക്കുകയും സുജൂദിൽ ഒരുപാട് നേരം അല്ലാഹുവിൻ്റെ ഹബീബ് തലവെച്ച് കിടക്കുകയും ചെയ്തപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞോ എന്ന് ഞാൻ പേടിച്ചുപോയി. റസൂലുള്ളാഹി തങ്ങളുടെ സുജൂദിൽ അങ്ങ് ദുആ ഇറക്കുകയാണ്. ഹബീബിന്റെ റൂമിൽ ആയിഷ ബീവി കിടന്നുകൊണ്ടിരിക്കെ, ആയിഷ ബീവി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കെ ഹബീബ് എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. ആ ഹബീബിന്റെ കാലിന്റെ തള്ളവിരൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിടിച്ചിട്ടുണ്ട്. അത് പിടിച്ചപ്പോൾ നബി തങ്ങൾ അനങ്ങി. അത് സിത്റോടുകൂടെ എന്ന മസ്അലയാണ് ഇമാം ഷാഫിഈ തങ്ങളുടെ മദ്ഹബിൽ കാണുന്നത്. ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ സംഭവങ്ങളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ശരീരം തൊട്ടാൽ wudu മുറിയും, അന്യ സ്ത്രീ പുരുഷന്മാർ ഭാര്യയും ഭർത്താവും തൊട്ടാൽ മുറിയും എന്ന് തന്നെയാണ് നമ്മുടെ മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു മറയിലായി, ഒരു വസ്ത്രത്തിന്റെ മറയിൽ പിടിച്ചു എന്നാണ് ഇവിടെ വ്യാഖ്യാനിക്കേണ്ടതെന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ നബി ഒരുപാട് നേരം സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാതെ സുജൂദിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഹബീബായ നബിയുടെ തള്ളവിരലൊന്ന് തൊട്ടു നോക്കി. ഹബീബ് ജീവിച്ചിരിപ്പുണ്ടോ അല്ല ഹബീബ് വഫാത്തായിട്ടുണ്ടോ എന്ന് പേടിച്ചു പോവുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിൽ അനക്കം കണ്ടപ്പോൾ ബീവി അവിടെ തന്നെ കിടന്നു. അല്ലാഹുവിന്റെ റസൂൽ ദുആ ഇറക്കുന്ന ദുആ ബീവി റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ അഊദു ബിഅഫ്വിക മിൻ ഇഖാബിക, ഹബീബിന്റെ ദുആയാണ് സുജൂദിൽ. ഫസമിഅതുഹു യഖൂലു ഫീ സുജൂദിഹി, ഹബീബിന്റെ സുജൂദിൽ ആയിഷ ബീവി ദുആ ആയിഷ ബീവി കേൾക്കുകയാണ് ഹബീബ് ദുആ ചെയ്യുന്നത്. അഊദു ബിഅഫ്വിക മിൻ ഇഖാബിക, അല്ലാഹുവേ ശിക്ഷ നൽകരുതേ, എനിക്ക് മാപ്പ് നൽകണമേ. ഒരു തെറ്റുമില്ലാത്ത പാപ സുരക്ഷിതരായ ഹബീബായ നബി തങ്ങൾ ഈ ദുആ ഇറക്കുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടിയല്ലയോ? വബിരിദാക മിൻ സഖതിക, അല്ലാഹുവേ നിന്റെ കോപം എനിക്ക് വരരുതേ, നിന്റെ തൃപ്തിയും സ്നേഹവും എനിക്ക് വരേണമേ. വബിക മിൻക, അല്ലാഹുവേ ഞാൻ നിന്നിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ്. അല്ലാഹുവേ നീ എന്നെ പിടിക്കരുതേ. ലാ ഉഹ്സീ സനാഅൻ അലൈക, നിന്നെ പുകഴ്ത്തി എനിക്ക് മതി വരുത്താൻ കഴിയില്ല റബ്ബേ, ഞാൻ എത്ര പുകഴ്ത്തിയാലും നീ അതിനപ്പുറത്താണ്. അൻത കമാ അസ്നൈത അലാ നഫ്സി, അല്ലാഹുവേ നിനക്ക് സ്തുതി പാടാൻ നിനക്ക് മാത്രമേ കഴിയൂ എന്ന് ഹബീബായ നബി തങ്ങൾ സുജൂദിൽ നിന്ന് ദുആ ഇറക്കുന്നത് ഞാൻ കേട്ടുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ മുത്തനബി തങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ വിളിച്ചു, യാ ഹുമൈറാ, യാ ഹുമൈറാ, ചമന്നവളെ എന്നാണ് അതിനർത്ഥം. വെളുത്ത നിറമായിരുന്നു ആയിഷ ബീവിക്ക്, അതീവ സൗന്ദര്യമുള്ളവരായിരുന്നു. പക്ഷേ നബി തങ്ങൾ ബൈളാ എന്നല്ല വിളിക്കുന്നത്. ബൈളാ എന്നാണ് ഒരു പെണ്ണ്, ഒരു സ്ത്രൈണ രൂപത്തിൽ ഫെമിനിനായിട്ട് വെളുത്തത് എന്ന് പറയണമെങ്കിൽ ബൈളാ, അബിയദ്, ബൈളാ മാസ്കുലിൻ ആകുമ്പോൾ അബിയദ്, ഫെമിനിൻ ആകുമ്പോൾ ബൈളാ. അങ്ങനെ ബൈളാ എന്ന് വിളിക്കുമ്പോൾ അവിടെ വെള്ളപ്പാണ്ട് വരുന്നവർക്ക് അങ്ങനെ പറയാറുണ്ട്. അറബിയിൽ വെളുത്തവൻ എന്ന് പറയുമ്പോൾ അബിയദ് എന്ന് പറഞ്ഞാൽ അബ്റസ്, വെള്ളപ്പാണ്ട് വന്നവർക്ക് പറയാറുണ്ട്. അതുകൊണ്ട് നബി തങ്ങൾ ആ പ്രയോഗം മാറ്റിയിട്ട് യാ ഹുമൈറാ, അഹ്മർ ഹുമൈറാ, ചെമന്നവളെ എന്ന് ഹബീബായ നബി തങ്ങൾ സുന്ദരിയായവളെ എന്ന് സ്വന്തം ഭാര്യയെ ആയിഷ ബീവിയെ വിളിക്കുകയാണ്. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ഭാര്യയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ഇനിയിപ്പോൾ ഇന്ന് പോയി പറഞ്ഞാൽ വരോ നിങ്ങൾ വേളിട്ട് തെരപ്പ് കയറി പറയണ്ട, നാളെ കേൾക്കാൻ പോണത് ചീത്തയാ, നമ്മളതന്നെ ശീലിച്ചത്, ഇനി അതന്നെ മതി, മാറ്റണ്ട എന്ന് പറയും ചിലപ്പോൾ, അല്ലേ? അങ്ങനൊരു അനുഭവം ഞാൻ അറിയുന്നൊരു വീട്ടിലുണ്ടായിരുന്ന. എപ്പോഴും ഭാര്യയോട് കയർത്തിട്ട. ഒരിക്കൽ എന്തോ സിനിമ കണ്ട് മൂഡിൽ വന്നിട്ടേ എന്തോ ഭയങ്കരമായിട്ട് സ്നേഹവും വർത്താനൊക്കെ പറഞ്ഞപ്പോൾ, അതും ഗൾഫിൽ നിന്ന് വിളിച്ചപ്പോഴാണ് പറഞ്ഞു, പിന്നെ നിങ്ങൾ ആ പഴയ വിളി എന്നെ വിളിച്ചാൽ മതി, ഇത് കേൾക്കാൻ ഒരു രസമില്ല. അപ്പൊ കേട്ട് ചീത്ത വിളി കേട്ട് ശീലിച്ചു പോയിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അറിയില്ല എപ്പോഴാ പോകാന്നറിയില്ല. ഇതിനിടയ്ക്ക് ഈ തല്ലും വക്കാണവും വഴക്കുമായിട്ട് എന്നാ പിന്നെ നമ്മളൊക്കെ ഒരു രസത്തിൽ ജീവിക്കുക, സന്തോഷത്തിൽ ജീവിക്കുക. യാ ഹുമൈറ, സൗന്ദര്യമുള്ളവളെ.
അപ്പോൾ ഭർത്താവിനെ ഇങ്ങോട്ട് ചിലപ്പോൾ അത് കളിയാക്കി വിളിക്കരുത്. അപ്പോൾ പിന്നെ അത് കാര്യമാവും. തമാശയിലല്ല, സ്നേഹത്തോടെ. ഒരാളിൻ്റെ ചില നന്മ ഉണ്ടാവില്ലേ? ചിലപ്പോൾ പെണ്ണ് കാണാൻ വല്ല ചുരുക്കൊന്നുമില്ല, പക്ഷെ അവൾക്ക് നല്ല മുടിയുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏതെങ്കിലും ഒരു സൗന്ദര്യം, നിന്റെ കണ്ണ്, നിന്റെ പുരികം, നിന്റെ തലമുടി, നിന്റെ വാക്കുകൾ, നിനക്ക് നിന്റെ ഖുർആൻ പാരായണത്തിന്റെ മധുരിമ, എന്തെങ്കിലും നന്മ, ആ നന്മയെ ഹൈലൈറ്റ് ചെയ്യണം, ഉയർത്തി പറയണം, അതെടുത്തു പറയണം. കുഴപ്പം തന്നെ പറയാൻ നിൽക്കരുത്, കുഴപ്പം തന്നെ പറയാൻ നിൽക്കരുത്. യാ ഹുമൈറ, ചെമന്നവളെ എന്ന് ആയിഷ ബീവിയെ സ്നേഹത്തോടെ നബി തങ്ങൾ വിളിച്ചു. എന്ന് നബി തങ്ങൾ ചോദിച്ചു, അല്ലനന്തി അന്ന റസൂലല്ലാഹി ഖദ് ഖാസ ബികി. ആയിഷ, നിങ്ങളുടെ രാവിൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോയെന്ന് നിങ്ങൾ എന്നെ വിചാരിച്ചോ? നിങ്ങളെ ഞാൻ വഞ്ചിച്ചുവെന്ന് തോന്നിയോ? ആയിഷ ബീവി പറഞ്ഞു, നബിയേ അല്ല, നബിയേ അല്ല, നബിയേ അല്ല, ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം ഹബീബേ, ഞാൻ പേടിച്ചു പോയി. അന്നക ഖുബിൽത, അല്ലാഹു നിങ്ങളെ റൂഹ് പിടിച്ചോ, സുജൂദിലായിട്ട് അങ്ങ് ലോകത്തോട് വിട പറഞ്ഞോ എന്ന് ഞാൻ പേടിച്ചു പോയി നബിയേ എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. മഹാന്മാരൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യും, പടച്ചവനെ എന്നെ സുജൂദ് കടന്ന് മരിപ്പിക്കണമേ. അങ്ങനെ ദുആ ചെയ്ത മഹാന്മാരുണ്ട്. മഹാനായ ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി, താബിഈങ്ങളിൽ വന്ന മഹാൻ, എപ്പോഴും ദുആയിരിക്കും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മീതതൻ ഹസന, പടച്ചവനെ ഒരു നല്ല മരണം എനിക്ക് നൽകണമേ. അപ്പോൾ വീട്ടുകാരൊക്കെ ചോദിച്ചു, അല്ല ഉപ്പ, നിങ്ങൾ എപ്പോഴും ദുആയിരിക്കുന്നുണ്ടല്ലോ, നല്ല മരണം, നല്ല മരണം, എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? അൻ അമൂത വ അന സാജിദുൻ, സുജൂദിൽ കടന്ന് മരിക്കാനാണ് മക്കളെ. അങ്ങനെ ഒരു മഗ്രിബ് നിസ്കാരത്തിന്റെ സുജൂദിൽ വഫാത്തായ മഹാനാണ് ആമിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ. അല്ലാഹു നമുക്കൊക്കെ ഹുസ്നുൽ ഖാതിമത്ത് നൽകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ സുജൂദിൽ വഫാത്തായി പോയോ എന്ന് ഹബീബായ നബി തങ്ങൾ തങ്ങളുടെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പേടിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ഇവിടെ മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫിയ ബീവിയുടെ കൂടെ ഞാൻ അവസാനിപ്പിക്കാം. ഒരു ഇനി ഇത്രയും ചൂടാറോളം നിന്നില്ലേ, വേവോളം നിന്നില്ലേ, ചൂടാറോളം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് ആയിരുന്നിട്ട് പിരിയാൻ. നിങ്ങളെ പിരിവ്, നിങ്ങളെ പോക്കറ്റടിയൊന്നും ഇല്ല, നിങ്ങൾ ഇരുന്ന് ആമീൻ പറഞ്ഞാൽ മതി, പെട്ടെന്ന് എഴുന്നേറ്റ് പോകരുത്. പ്രസംഗം കഴിഞ്ഞ് എഴുന്നേറ്റ്, അങ്ങനെ പ്രസംഗം കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കേണ്ടത്. ഇപ്പോൾ എഴുന്നേറ്റ് പോയാലും കുഴപ്പമില്ല. ആമീൻ പറയുമ്പോൾ ഒരു മജ്‌ലിസിൽ ഇരുന്ന് ആമീൻ പറയണം, അതിന് കൂലിയാണ് ഇൻഷാ അല്ലാഹ്. നമ്മളൊക്കെ അങ്ങനെ ദുആ കൊണ്ടൊക്കെ രക്ഷപ്പെട്ടു പോയെങ്കിലല്ലേ ഉള്ളൂ. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. ഏതൊരു പരിപാടിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിലെ ദുആയാണ്. എത്രയോ ഔലിയാക്കന്മാർ ഇരിക്കുന്നുണ്ടാവും ഇവിടെ, എത്രയോ ആലിമീങ്ങൾ. നിങ്ങൾ വിചാരിക്കേണ്ട ഉസ്താദ്മാരൊക്കെ ഇങ്ങനെ ഒന്നും അറിയാതെ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് ഒരിക്കലുമല്ല. ഞാൻ ഈ പറയുന്നതും ഈ പറയാൻ പോകുന്നതും പറയാത്തതും ഒക്കെ അറിയുന്ന ആലിമീങ്ങൾ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അവരിയ്ക്കുന്നത് ഇൽമിന്റെ മജ്‌ലിസിനൊരു പുണ്യമുണ്ട്, അത് കിട്ടാനാണ്. ഒരുപക്ഷെ ഇൽമ പഠിക്കാനാവില്ല, ഇൽമിന്റെ മജ്‌ലിസിനൊരു കൂലിയുണ്ട്. അവിടെ ഇരുന്നാൽ അല്ലാഹുവിന്റെ മലക്കുകൾ വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദ, ഇങ്ങനെയുള്ള പുണ്യങ്ങളുണ്ട് ഒരു മജ്‌ലിസിന്. അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ ഇബാദത്തിന് സമാനമായ ഒരു മജ്‌ലിസാക്കി അല്ലാഹു മാറ്റി തരട്ടെ. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പിശാച് എവിടെയെല്ലാം മനുഷ്യ ശരീരത്തിൽ സഞ്ചരിക്കുന്നുണ്ടോ, രക്തം എവിടെയെല്ലാം സഞ്ചരിക്കുന്നുണ്ടോ അവിടെയെല്ലാം പിശാച് സഞ്ചരിക്കുന്നുണ്ട് എന്ന്. അത് നബി തങ്ങൾ പറഞ്ഞൊരു നേരം സഫിയ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് റമളാനിൽ തങ്ങൾ പള്ളിയിൽ ഇഅ്തികാഫിരിക്കെ തങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം സഫിയ ബിൻത് ഹുയൈ എന്ന നമ്മുടെ ഉമ്മ ഹബീബിന്റെ ഭാര്യയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ബീവിയെ വീട്ടിലേക്ക്, ഇച്ചിരി ദൂരെയായിരുന്നു ബീവിയുടെ വീട്, അങ്ങോട്ട് നബി തങ്ങൾ കൂടെ നടന്നു പോവുകയാണ് രാത്രിയിൽ. അപ്പോ സ്വഹാബിമാരിൽ 2 പേർ ആ വഴിയിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. നബി തങ്ങളെ കണ്ടപ്പോ അസ്റഅ, 2 പേരും പെട്ടെന്നങ്ങ് നടന്നുപോയി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലാ റിസ്ലിക്കുമാ, സ്റ്റോപ്പ് ദേ, അവിടെ നിൽക്കിൻ, പോകല്ലേ. അപ്പോൾ 2 നോക്കി, നിലാവെളിച്ചമാണ്, ഹബീബിന്റെ കൂടെ ഹബീബിന്റെ ഭാര്യയാണ്. തങ്ങൾ പറഞ്ഞു, ഇന്നഹാ സഫിയ ബിൻതു ഹുയൈ, ഇത് ഹുയൈന്റെ മകൾ സഫിയയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയാണ്. സ്വഹാബികൾ അങ്ങ് പേടിച്ചു. നബിയേ, നിങ്ങളെപ്പറ്റി ഞങ്ങൾ തെറ്റിദ്ധരിച്ചു എന്ന് വിചാരിച്ചിട്ടാണോ ഞങ്ങളോട് നിൽക്കാൻ പറഞ്ഞത്? തങ്ങൾ പറഞ്ഞു,
ലാ തലിജു അലൽ മഗീബാത്ത് فإن الشيطان يجري من أحدكم مجرى الدم. നിബിതങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് അങ്ങനെയാണ്. മറ്റൊന്ന്, സ്വഹാബികളെ, ഒരു അന്യ പെണ്ണിന്റെ കൂടെ റസൂലുള്ളാഹി തങ്ങൾ കടന്നു പോകുന്നു എന്ന് പിശാച് നിങ്ങളോട് തോന്നിപ്പിച്ചേക്കാം. പള്ളിയിൽ ഉസ്താദിനുണ്ടോ ഈ ഏർപ്പാടൊക്കെ, അല്ലെങ്കിൽ ആ മൂല്യർക്കുണ്ടോ ഈ വക തോന്നിവാസങ്ങളൊക്കെ. ഇങ്ങനെ ഒരു സത്യസന്ധനാണ് നമ്മൾ വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ഒരു മൂക്കത്ത് വിരൽ വെക്കുന്ന ഒരു ചോദ്യമല്ലേ, അള്ളാന്റെ റസൂല് ഇഅ്തികാഫിരിക്കുന്ന നബി ഈ പാതിരാത്രി ഒരു പെണ്ണിന്റെ കൂടെ പോവാണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതെന്റെ ഭാര്യയാണ്, സുഫിയയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരങ്ങ് പേടിച്ചു, നബിയേ, ഞങ്ങൾ ആരെ പറ്റിയെങ്കിലും തെറ്റിദ്ധരിക്കുമെങ്കിൽ അങ്ങയെക്കുറിച്ച് ഞങ്ങൾ ചെയ്യില്ലല്ലോ നബിയേ എന്ന് പറഞ്ഞു. സാരല്ല, ഖശീതു അൻ യഖ്ദിഫ അലാ ഖശീതു അൻ യഖ്ദിഫ അശ്ശൈത്വാനു അലാ ഖുലൂബികുമാ ഷൈഅ. നിങ്ങൾ രണ്ടുപേരുടെയും ഹൃദയത്തിൽ പിശാച് വേണ്ടാത്തത് തോന്നിപ്പിക്കുമോ എന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭാര്യയാണെന്ന് തുറന്നു പറഞ്ഞത്. ഇത് പറയാൻ കാരണം, സ്വകാര്യമായി കല്യാണം കഴിക്കണ വളവന്മാരുണ്ട്. അതിലിപ്പോൾ പല നാട്ടിലും ജോലി ചെയ്യുന്ന മുഅല്ലിമീങ്ങൾ വരെ ഉണ്ടായിരിക്കാം. വല്ല വടകര, തലശ്ശേരിയോ ഒക്കെ 20 കൊല്ലൊക്കെ ജോലി ചെയ്ത് അവിടെ തന്നെ കല്യാണം കഴിച്ചുകൂടി ഇവിടെയുള്ള പെണ്ണിട്ടത് അറിയില്ല, നാട്ടുകാരും അറിഞ്ഞിട്ടില്ല. ഉസ്താദും കുട്ടികളും റാഹത്തായിട്ട് അവിടെ കഴിയാണ്. എല്ലാ വ്യാഴ്ച ഇവിടെ വരുന്നുണ്ട്, ശനിയാഴ്ച പോകുന്നുണ്ട്. അപ്പോൾ ഭാര്യ വിചാരിച്ചു മാഷാ അല്ലാഹ്. അപ്പൊ സംഗതിയിൽ ചുളിവിലൊരു ഭാര്യയുണ്ട്. നിക്കാഹ് പരസ്യമാക്കണം എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. സിഫാഹ്, വ്യഭിചാരം ആരും പരസ്യപ്പെടുത്തൂല. ഇന്നതും പരസ്യമാക്കണ ലോകമാണ്. പച്ചയായ വീഡിയോകളാണ് മനുഷ്യന്മാർ വിട്ടുകൊണ്ടിരിക്കുന്നത്. പച്ച തോതിമാസം, ഒരു അയ്ബും ഒരു നാണവുമില്ല. പക്ഷേ സത്യത്തിൽ മനുഷ്യത്വമുള്ളവരങ്ങനെ ചെയ്യില്ല. വ്യഭിചാരം പരസ്യപ്പെടുത്തൂല. വിവാഹം പരസ്യപ്പെടുത്തണം. എന്തിനെന്നറിയോ? നാളെ നിങ്ങളൊരു പെണ്ണിന്റെ കൂടെ നടക്കുമ്പോ ആളുകൾ പറയരുത്, ദാ കണ്ട പെണ്ണിന്റെ കൂടെ പോകുന്ന കണ്ടോ, ഇത് നിങ്ങളുടെ ഭാര്യയാണെന്ന് ആളുകൾക്ക് അറിയണം. അതിനാണ് കല്യാണത്തിന് വിളിച്ച് ഭക്ഷണം കൊടുക്കണം, ആളുകളെ ക്ഷണിക്കണം. വിവാഹം പരസ്യമായി ഭക്ഷണം കൊടുത്തിട്ട് നടത്തണം എന്ന് പറയാൻ കാരണം, നാളെ ഇവർ രണ്ടുപേരും ഒരു വഴിയിലൂടെ പോകുമ്പോ, ഒരു ബൈക്കിലോ വാഹനത്തിലോ പോകുമ്പോ ഇവൻ കാമുകൻ കാമുകയും പോവുകയാണ് എന്ന് ഇവരെ പറ്റി നിങ്ങൾ പറയരുത്. ഇവർ ഹലാലായ ഭാര്യയും ഭർത്താവുമാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാനാ അല്ലാഹുവിന്റെ ദീൻ വിവാഹം പരസ്യമാക്കണം എന്ന് പറയാൻ കാരണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഒരു തെറ്റിദ്ധാരണയെ തിരുത്തുകയാണ്. എന്റെ വിഷയം ഞാൻ ഒന്നുകൂടെ അങ്ങ് കയറി പറഞ്ഞോട്ടെ. അതിന്റെ തുടക്കത്തിൽ ഇത് നബി തങ്ങൾ പറഞ്ഞത് മറ്റൊരു സാഹചര്യത്തിലും കൂടിയായിരുന്നു. ലാ തലിജു അലൽ മുഗയ്യബാത്ത്. ഭർത്താക്കന്മാർ നാട്ടിലില്ലാത്ത പെണ്ണുങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ പോകരുതേ എന്ന് മുസ്ലിമീങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനു പോകരുത്? ഫിത്ന ഉണ്ടാക്കാൻ പോകരുത്. ലാ തലിജു അലൽ മുഗയ്യബാത്ത്. അന്ന് മുഗയ്യബാത്ത് എന്നത് യുദ്ധത്തിന് പോകുന്ന ഭർത്താക്കന്മാർ. ആ ഭർത്താക്കന്മാർ വരാൻ മാസങ്ങളെടുക്കും. അപ്പൊ ഏതെങ്കിലും ഒരു ചെറുക്കം വന്ന് വല്ല പ്രേമവും നടിച്ചാൽ ഒരുപക്ഷെ മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിച്ചു പോയേക്കും. നിങ്ങൾ അനാവശ്യമായി ശർഅ് അംഗീകരിക്കുന്ന ഒരു കാരണമില്ലാതെ ഒറ്റക്ക് താമസിക്കുന്ന ഒരു പെണ്ണിന്റെ അരികത്തേക്ക് നിങ്ങൾ പോകരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ഗൾഫുകാരുടെ കുടുംബങ്ങൾ നശിക്കാനിടയാവുന്നത് ഈ ഹദീസ് മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ്. ലാ തലിജു അലൽ മുഗയ്യബാത്ത്. ഭർത്താവ് നാട്ടിലില്ലാതെ താമസിക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ അരികത്തേക്ക് ഒരു അന്യ പുരുഷൻ വന്നാൽ അവർക്കിടയിൽ പൈശാചികതയുണ്ടാകും. കാരണം മാ ഖലാ റജുലും മിൻ ഇംറഅത്തിൻ ഇല്ലാ കാന ശൈത്വാനു സാലിസഹുമാ. അന്യ ഒരാണും അന്യ ഒരു പെണ്ണും ഒരുമിച്ചായാൽ മൂന്നാമത് അവരുടെ കൂടെ പിശാചുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങളുടെ ഈ സാരോപദേശങ്ങൾ, ആ ജീവിതത്തിലെ കൊച്ചു കൊച്ചു നുറുങ്ങുകൾ, അവിടുത്തെ ചിരിയും വാശിയും അവിടുത്തെ കൊച്ചു കൊച്ചു സമരങ്ങളുമെല്ലാം അതിൻ്റെ ഇടയിലൂടെ ഉള്ളിലൂടെ ലോക മനുഷ്യർക്ക് കാലാകാലങ്ങളിൽ പഠിക്കാനുള്ള ആയിരക്കണക്കിന് പാഠങ്ങളും ഹബീബായ നബി തങ്ങളുടെ സ്വഭാവത്തിന്റെ മഹിമയും ഉൾക്കൊള്ളാൻ വേണ്ടിയായിരുന്നു
അള്ളാഹു ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നടത്തിയത് എന്ന് നാം അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് സർവമാന നന്മകളും ഈ ഹബീബിനെ മാതൃകയാക്കി ആവാഹിക്കുകയും നമ്മുടെ കുടുംബത്തിലൊക്കെ എന്നും സന്തോഷവും സ്നേഹവും നിലനിന്ന് സ്വന്തം ഭാര്യ മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം മാതാപിതാക്കൾ ഗുരുനാഥന്മാർ നമ്മുടെ സഹോദരന്മാർ സ്നേഹിതന്മാർ കൂട്ടുകാർ നമ്മളെല്ലാവർക്കും അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഈ നിലാവിൽ ഈ രാത്രിയിൽ ഈ സദസ്സിൽ നമുക്ക് ഒരുമിച്ച് ചേരാൻ തൗഫീഖ് നൽകിയ റബ്ബ് സന്തോഷത്തോടെ നാളെ സ്വർഗത്തിലേക്ക് എത്താൻ തൗഫീഖ് നൽകട്ടെ.